നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ളതിന്. ഈ പ്രോഗ്രാം ചിത്രീകരിക്കുന്ന ഇന്ന് മോഹൻലാൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് 3 പ്രോഗ്രാമുകളുണ്ടെന്ന്. നല്ല മഴയാണ് തിരുവനന്തപുരത്ത്. ഇന്നലെയല്ല 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. വിവാദ മഴയുടെ ഇടയിലാണ് മോഹൻലാൽ തിരുവനന്തപുരത്ത് 3 പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അതിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രോഗ്രാം എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരം മോഹൻലാലിനാണ്. അദ്ദേഹം ഇന്ന് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് വൈകുന്നേരം ഏറ്റുവാങ്ങും. വലിയ പ്രചരണ കോലാഹലങ്ങളാണ് ഈ പ്രോഗ്രാമിനെക്കുറിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നത്. കാരണം ഗോകുലം ഗോപാലനാണ് ഈ പ്രോഗ്രാമിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ തലവൻ. അപ്പോൾ സാമ്പത്തിക ഒരു പ്രശ്നമാവില്ല എന്ന് ഞാൻ പറയണ്ടല്ലോ. അതുപോലെ തന്നെ നിംസ് മെഡിസിറ്റിയുടെ ഫൈസൽ ഖാൻ ആണ് വേറൊരു സ്പോൺസർ. അദ്ദേഹം അതിൽ അവാർഡ് സ്വീകരിക്കലോ വാങ്ങലോ കൊടുക്കലോ എന്തൊക്കെ ഉണ്ട്. ആകപ്പാടെ എനിക്ക് തോന്നിയ രസകരമായൊരു കാര്യം, സൂപ്പർ ഹിറ്റായ യുവജനോത്സവം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ശ്രീകുമാരൻ തമ്പിയോടൊപ്പം ഒരു സിനിമയിലും മോഹൻലാൽ സഹകരിച്ചിട്ടില്ല. കടൽമുത്ത് എന്ന് പറഞ്ഞാൽ ആരെഴുതിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു നോവല് യുവജനോത്സവത്തിൻ്റെ പിന്നാലെ ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച് സംവിധാനം ചെയ്യാൻ തയ്യാറെടുത്തതാണ്. അങ്ങനെ ആ സിനിമയുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ മോഹൻലാൽ പറഞ്ഞു, സാർ, തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് താങ്കൾ ചെയ്തോളൂ, പക്ഷേ നിർമ്മിക്കുന്നതും കൂടി താങ്കൾ വേണ്ട. നിർമ്മാണം സെവൻ ആർട്സ് വിജയകുമാർ ചെയ്യട്ടെ എന്നായി. അതെൻ്റെ സിനിമ ആര് നിർമ്മിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലുമായിട്ട് കയറി ഉടക്കുകയും ആ പ്രോജക്റ്റ് അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്തു. ഇപ്പോൾ യുവജനോത്സവം റിലീസ് ചെയ്തിട്ട് 38 വർഷമായി. ഈ കടൽമുത്ത് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് മോഹൻലാൽ മാറിയതിൻ്റെ ഒരു ഇഷ്യൂ വച്ചിട്ട് മലയാള സിനിമ സൂപ്പർ സ്റ്റാറുകളുടെ പിടിയിലാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 38 വർഷമായി മോഹൻലാലിനെ പറയാവുന്നതും പറയാൻ പാടില്ലാത്തതുമായ താരങ്ങളെക്കുറിച്ച് ഒക്കെ പറയാൻ പാടില്ലാത്തതുമായ ഒരുപാട് വേദികളിലും ഇൻ്റർവ്യൂവിലും ഒക്കെ ശ്രീകുമാരൻ തമ്പി മോഹൻലാലിനെ നാറ്റിയിട്ടുണ്ട് 38 വർഷം കൊണ്ട്. പക്ഷേ മോഹൻലാൽ അതൊന്നും ഒരു കാര്യമാക്കി എടുക്കാറില്ല. അയാൾ ഈ പാറയ്ക്ക് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയുള്ളൂ, പ്രതികരിക്കില്ല. അതാണ് എളുപ്പം. മോഹൻലാലിനെ ആർക്കും എന്തും പറയാൻ പറ്റുന്ന അതുകൊണ്ടാണ്. 3 സിനിമകളിലെ മോഹൻലാൽ ശ്രീകുമാരൻ തമ്പിയായിട്ട് സഹകരിച്ചിട്ടുള്ളൂ. എനിക്കൊരു ദിവസം, നെടുപടി വേണു നായകനായ എനിക്കൊരു ദിവസം, മധുസാറും നസീർ സാറും പ്രധാന വേഷം ചെയ്ത ആധിപത്യം, പിന്നെ മോഹൻലാൽ നായകനായ യുവജനോത്സവം. ഞാനാണ് ലാലിനെ നായകനാക്കിയത്, വില്ലൻ വേഷത്തിൽ നിന്ന് നായകനാക്കിയത് എന്നൊക്കെ ഇന്ന് നടക്കുന്ന ആ പുരസ്കാരം നൽകുന്ന ചടങ്ങിലും അദ്ദേഹം പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കേൾക്കുമ്പോഴും പാറയ്ക്ക് കാറ്റ് പിടിച്ച പോലെ മോഹൻലാൽ ഇരിക്കുകയുള്ളൂ. അല്ല, മോഹൻലാൽ മറുപടി പ്രസംഗത്തിൽ, തമ്പി സാറേ, താങ്കളല്ലല്ലോ എന്നെ ക്യാരക്ടർ റോളുകളിലേക്ക് കൊണ്ടുവന്നത്, താങ്കളല്ലല്ലോ എന്നെ നായകനാക്കിയതൊന്നും ഒന്നും മോഹൻലാൽ പറയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമാണ്. എന്തായാലും രസകരമായിരിക്കും ഇന്നത്തെ പുരസ്കാരദാനം. അതിൽ രസമെന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ഒരാളിൻ്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ ഒരു രസമാണ്. അവർ നൽകുന്ന പുരസ്കാരം, ജീവിച്ചിരിക്കുന്ന ആളിൻ്റെ പേരിൽ നൽകുന്ന പുരസ്കാരം 38 വർഷം തെറിയേട്ട ആൾ തന്നെയാണ് ആദ്യമായിട്ട് വാങ്ങുന്നത്. സംഘാടകനാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനെന്നോ അല്ലെങ്കിൽ ഒരു BJP കാരനെന്നോ പറയാവുന്ന ഒരാളാണ് അതിൻ്റെ സംഘാടകൻ. എന്നാൽ അത് ഉദ്ഘാടനം ചെയ്ത് മോഹൻലാലിന് ഈ അവാർഡ് കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ. മോരും മുതിരയും എല്ലാം കൂടി ഒന്നിച്ച് ഒരു ഗ്ലാസ്സിലിട്ട് അടിച്ച പോലെ ഇരിക്കും എന്ന് പറയാം. തലസ്ഥാനമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തോരാ മഴയിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ആടി ഉലയുകയാണ് സിനിമാ രംഗമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം ഇന്ന് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് പത്രക്കാരെ കാണാം. ഇതുവരെ ഞാൻ മുങ്ങി നടന്നതൊന്നും കാര്യമാക്കേണ്ട, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് പത്രക്കാരെ കാണുമെന്ന് മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം പത്രസമ്മേളനത്തിൽ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പാണ് നമ്മൾ ഇത് ചിത്രീകരിക്കുന്നത്. 1978 ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ 47 വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നു. അതിലധികം വളരെയധികം വിഷമമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല. എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ.
ഇത്തരം എന്താ പറയണ്ട ഒരു ഒരു സംസാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ്. അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. അടുത്തത്, ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു. മോഹൻലാൽ എവിടെയായിരുന്നു, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ എനിക്കറിയാം. അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒളിച്ചോടിപ്പോയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു. അതിനോടൊപ്പം എൻ്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറോസ്, അതൊരു 3D ഫിലിമാണ്. അതിൻ്റെ ഫൈനൽ മിക്സ് നടക്കുന്ന സമയമാണ്. വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്ട് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. അപ്പം അതിൽ നിന്ന് പെട്ടെന്ന് വരാൻ എനിക്ക് സാധിച്ചില്ല. എന്തായാലും എൻ്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു. കാര്യം ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്, അല്ലാതെ വേറെ കാരണങ്ങൾ കൊണ്ടല്ല. സിനിമ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കുന്നു. പിന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ 2 പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയെ പറ്റി. അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെ പറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത്. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. അമ്മയോടൊപ്പം ഫെഫ്കയിലും അസ്വസ്ഥത ഉണ്ടാക്കാനാകുമോ എന്ന് ആഷിഖ് അബുമാർ ശ്രമിക്കുന്ന സമയമാണ്. ജോലി ചെയ്ത കൂലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, എന്നാൽ ഞാൻ ഫെഫ്കയിൽ നിന്ന് രാജിവെക്കും എന്ന് പറയുന്ന ഒരു മഹാനാണ് ആഷിഖ് അബു. എന്ന് മാത്രമല്ല, വാർഷിക വരിസംഖ്യ അടയ്ക്കാതെ കുടിശ്ശികയായി ഫെഫ്കയിൽ നിന്ന് അയാളെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ 5000 രൂപ എന്തോ കൊണ്ട് അടച്ചിട്ട് എനിക്ക് അംഗത്വം തരണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരിക്കുന്ന സമയത്താണ് 40 ലക്ഷം രൂപ കഴിഞ്ഞ 2 സിനിമകൾ വർക്ക് ചെയ്ത ആളുകൾക്ക് കൊടുക്കാനുണ്ട്. അത് നൽകാത്ത മുന്നോട്ട് ബാക്കി വർക്ക് ചെയ്യാൻ പറ്റില്ല, ആ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം രാജിവെച്ചത്. ഇതിനിടയിൽ മുട്ടനാടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ പല്ലു കൊഴിഞ്ഞ വേറൊരു മഹാൻ ഇവിടെ നടപ്പുണ്ടല്ലോ. 4 പ്രാവശ്യം ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് അഭിമുഖം കൊടുക്കുകയും സിനിമയിലെ ദിലീപ് അടക്കം അയാളുടെ വർഗ്ഗശത്രുക്കൾ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം പേരുകൾ പറഞ്ഞു കൊടുത്തൊരു മഹാനുണ്ടല്ലോ. ബിഗൊക്കെ വെച്ച് റോസ് പൗഡർ അടിച്ച് കണ്ണൂരിട്ടി മോനെ മക്കളെ എന്നൊക്കെ വിളിച്ച് സുഖിപ്പിച്ച് സംസാരിക്കുന്ന മനുഷ്യൻ. ഇപ്പം ഞാൻ ഏറ്റവും അവസാനമായിട്ട് അറിഞ്ഞത് അദ്ദേഹവും ആഷിഖ് അബുവും ഒന്നിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന് പണ്ടുള്ളൊരു പഴമൊഴിയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ചേരുംപടി ചേരും, ഇതൊക്കെ ഒന്നിച്ച് ചേരേണ്ടതാണ് എന്ന് പറയും. ഇത്തരം രസകരമായ കാഴ്ചകളാണ് ഇവിടെ നടക്കുന്നത്. ഇതിനിടയിൽ WCCയുടെ നേതാക്കളിൽ പ്രധാനി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരു പീറ പെണ്ണ് ഊള എന്ന് വിളിച്ചപ്പോൾ കൈയടിച്ച ഒരു നടിയുണ്ടല്ലോ ഇവിടെ, തലയിൽ കണ്ണട വെച്ച്. ഞാൻ പെറ്റിട്ട കൊച്ചിൻ്റെ അച്ഛൻ ആരെന്ന് പൊതുജനം ചോദിക്കേണ്ട എന്ന് പരസ്യമായി പറഞ്ഞ ധൈര്യശാലിയായ സിംഹിണി തൻ്റെ കാമുകൻ ഒരു ചെറുക്കനെ നഗ്നനായി നിർത്തി ഫോട്ടോ പിടിച്ച് കാമുകിക്ക് ഫോണിലൂടെ കാണിച്ചു കൊടുത്ത് എപ്പടി ഐറ്റംസ് എന്ന് ചോദിച്ചപ്പോൾ പഷ്ട് എന്ന് മാർക്കിട്ട വനിതാ പോരാളി. കണ്ടിട്ടില്ലാത്ത മുഖങ്ങളെ പീഡന കഥ പറയിക്കാൻ വിട്ട് ഒളിച്ചിരിക്കുന്ന സിംഹിണികൾക്ക് നേതാവ് തന്നെ ഒരു ചെറുക്കൻ്റെ എന്താ പറയുക നഗ്നതയ്ക്ക് മാർക്കിട്ടതിൽ ഒരു ചമ്മലും ഇല്ല എന്നുള്ളതാണ്. ഈ WCCയിൽ ആരെങ്കിലും പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നേതാവ് അവർ തന്നെ പറയുന്ന അവരുടെ കാമുകനെന്നോ ഏത് പദവി വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അദ്ദേഹം അയച്ചു കൊടുത്ത നഗ്ന ഫോട്ടോ കണ്ടിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ നേതാവിനെയും കൊണ്ടാണ് നടക്കുന്നത് WCC. ഇവിടുത്തെ സർക്കാരിനോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ ആർക്കും ഒരു എതിർപ്പുമില്ല ഈ സിംഹിണിയെക്കുറിച്ച്. കാമുകനെ വേണേൽ പോലീസ് പിടിച്ചോ, കാമുകി കണ്ട് മാർക്കിട്ടതിൽ തെറ്റില്ല എന്നോ, ഇനിയും ഇതുപോലെ ആരുടെയും നീളവും മണ്ണവും ഒക്കെ ഞങ്ങൾ അളന്ന് മാർക്കിടും എന്നോ വേണമെങ്കിൽ അത് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള രീതിയിലാണ് ആ വനിതാ സംഘടന പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പുരോഗമന വർത്തമാനമാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തലയിൽ കണ്ണട അലങ്കാരമാക്കിയവർ അങ്ങനെ നിൽക്കൂ.
അതാണ് ആകപ്പാടെയുള്ള രസം. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളെ കാണാൻ. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ പേരിലൊരു പോക്സോ കേസുണ്ടല്ലോ. ഇപ്പോൾ തന്നെ പത്രസമ്മേളനം നടത്തുന്നിടത്തൊക്കെ മുഖ്യമന്ത്രി വരെ പറഞ്ഞു തുടങ്ങി. ഇപ്പം മറ്റേ ആ ജയ്ക്ക് മാത്രമല്ല, മുഖ്യമന്ത്രിയും പറയുന്നു. ഒരു പ്രശസ്തയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സൈബർ ഇടത്തിലൂടെ അധിക്ഷേപിച്ച ഒരു മുൻ സംവിധായകനുണ്ടല്ലോ, അയാളുടെ പേരിൽ ഞങ്ങൾ കേസെടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തിനാണ് അത് കേസെടുത്ത എന്നുള്ള അദ്ദേഹം അന്വേഷിച്ചില്ല. അതിൻ്റെ പിന്നാലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന ഒരാൾ ഒരു പീഡന കേസിലെ പ്രതിയായല്ലോ. ഞാനതെല്ലാം സെറ്റിൽ ചെയ്തു, ലക്ഷങ്ങൾ കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പുള്ളി പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ എന്തായാലും I2 ആയില്ല, സുനിലും അയാളാണല്ലോ ഒന്നാം പ്രതി, അയാൾ ഞാനും കൂടി ഈ പീഡന കഥകൾ അന്വേഷിക്കുന്ന IPS ഉദ്യോഗസ്ഥയ്ക്ക് ഒരു പരാതി കൊടുക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന ഞാൻ സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞ ശേഷം ആ വട്ടർകാവ് പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ഫയൽ അനങ്ങിയിട്ടില്ല. പക്ഷേ അതിന് വരെ എൻ്റെ പേര് പോക്സോ കേസ് കൊടുപ്പിച്ചു ഈ മഹാൻ, അക്കാദമി ചെയർമാനായിരുന്ന മഹാൻ. അയാളെ ഇപ്പോൾ KSFDCയുടെ ചെയർമാനാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അതായത് പീഡകന്മാർക്ക് ഒരു കൺസെഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ ഈ പീഡകനെ KSFDCയുടെ ചെയർമാനാക്കാൻ എന്തോ വട്ടം കൂട്ടുന്നുണ്ട്. കാരണം ഷാജിയൻ കരുൺ അക്കാദമിയിലേക്ക് പോയാൽ KSFDCയുടെ ചുമതല കൊടുക്കാൻ പോകുന്നു. അപ്പോൾ പീഡകന്മാർക്ക് അദ്ദേഹം പക്ഷം പിടിച്ചാണ് കാര്യങ്ങൾ ചെയ്യാറ്. നമ്മളാരും പീഡിപ്പിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ പോക്സോ കേസിലെ പ്രതിയാണ്. അതാണ് എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഗുണം. എന്തായാലും ഞങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു പരാതി കൊടുക്കുന്നുണ്ട്. ഈ പീഡകൻ ആ പെൺകുട്ടിയെ കൊന്നോ അല്ലെങ്കിൽ ഒളിപ്പിച്ചോ, എങ്ങനെയാണ് ആ കേസ് വട്ടർകാവ് പോലീസ് സ്റ്റേഷനിലെ ഫയൽ അനങ്ങാത്തത് എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പരാതി കൊടുക്കുന്നുണ്ട്. രസകരമാവും കാര്യങ്ങൾ. എനിക്ക് മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നയമാണ് എൻ്റെ. കാരണം എൻ്റെ മടിയിൽ കനമില്ല. ഞാൻ ഒരു പെണ്ണിനെയും കണ്ണുകൊണ്ട് പോലും ആക്ഷൻ കാണിച്ചിട്ടില്ല, ഒരു പെണ്ണിനെയും റൂമിലേക്ക് വിളിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു സത്യം തുറന്നു പറയുകയാണ്. ഞാൻ ഒരിക്കലും എന്താ പറയുക, ഒരാളെയും ഇപ്പം മുഖ്യമന്ത്രി ആയാലും ശരി, എനിക്ക് ബഹുമാനമാണ്. എൻ്റെ പാർട്ടിയുടെ നേതാവല്ലേ, പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ, ഒരുപാട് യാതനകളിലൂടെ വളർന്നു വന്ന, പൂജ്യത്തിൽ നിന്ന് വളർന്ന് വലിയ മനുഷ്യനായ ആളല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ബഹുമാനമാണ് എൻ്റെ പാർട്ടി നേതാവിനെ. എങ്കിൽ പോലും എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ സിനിമയിലെ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയും പൊട്ടന്മാരാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അവരുടെ ചെയ്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്. മസിൽ പിടിച്ച് ഇരട്ടച്ചെങ്കിൻ്റെ കഥയും പറഞ്ഞ് ഭരണകോളയിൽ ഊരിപ്പിടിച്ച കത്തിര നടുക്കൂടെ നടന്ന കഥയൊക്കെ പറഞ്ഞ് സഖാവ് പിണറായി നടക്കും. അന്തൻ്റെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കൃത്രിമ ഗൗരവമൊക്കെ കാണിച്ച് മമ്മൂട്ടിയും നടക്കും. പലപ്പോഴും രണ്ടുപേരും പൊട്ടന്മാരാണ് എന്ന് തെളിയിക്കുകയും ചെയ്യും. എന്നാൽ സഖാവ് VS സിനിമയിലെ തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാറായ മോഹൻലാലോ ഇത്തരം മസിൽ പിടിക്കുകയില്ല. അവരെ രണ്ടുപേരെയും ആരും പൊട്ടന്മാരെന്ന് പറഞ്ഞിട്ടുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പത്രക്കാരുടെ മുന്നിൽ വായിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കവി പ്രഭാവർമ്മയാണ് എഴുതി കൊടുക്കുന്നത്. അദ്ദേഹം അതെടുത്ത് വെച്ചങ്ങ് വായിക്കും. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് വാച്ച് നോക്കി സെക്കൻഡ് മിനിറ്റൊക്കെ നോക്കി ഉത്തരം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കും. ഞാൻ ആദ്യമായി സംവിധായകനായ വലയം എന്ന് പറഞ്ഞ സീരിയലിലെ ടൈറ്റിൽ സോങ് എഴുതിയത് പ്രഭാവർമ്മ സാറായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വലിയ കവിയും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയൊക്കെ ആയ ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എനിക്കൊരാവശ്യം വന്നിട്ടില്ല. എനിക്ക് ആവശ്യം എന്നെ ജാമ്യമില്ലാ വകുപ്പിട്ടും പോക്സോ കേസൊക്കെ എടുത്തപ്പോഴും ഞാൻ പ്രഭാവർമ്മ സാറിനെ കാണാൻ പോയിട്ടില്ല. സാറേ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ പറയാൻ പോയിട്ടൊന്നുമില്ല. വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ ഒരു കാർട്ടൂൺ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടക്കുന്നിടത്ത് വെച്ച് ഞാൻ വർമ്മ സാറിനെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടു. കുശലം ചോദിച്ചു, സുഖമാണോ ദിനേശ് എന്നൊക്കെ ചോദിച്ചങ്ങ് പോയി. ആ മഹാകവി എഴുതി കൊടുത്തത് പത്രക്കാരുടെ മുന്നിൽ കാച്ചുകയാണ് പിണറായി ചെയ്യുന്ന പതിവ്. അതിലൊരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധായകനെതിരെ IT ആക്ട് പ്രകാരവും ജീവന് ഭീഷണിയുണ്ട് എന്ന് കാട്ടി പ്രമുഖയായ നടി നൽകിയ പരാതിയിൽ പ്രസിദ്ധനായ മറ്റൊരു പരസ്യ സംവിധായകനെതിരെയും എതിരെ കേസെടുത്തത് ഓർമ്മിക്കേണ്ട കാര്യമാണ്. കേട്ടല്ലോ, കേരളം ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രി ആർജവത്തോടെ പറയുകയാണ്, പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധായകനെതിരെ IT ആക്ട് പ്രകാരവും ജീവന് ഭീഷണിയുണ്ട് എന്ന പേരിലും പരാതി വന്നതിൽ കേസെടുത്തിട്ടുണ്ട് എന്നാണല്ലോ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നത്. ഏതെങ്കിലും ഒരു പോലീസുകാരനെ കൊണ്ട്, ഒരു സാധാ പോലീസുകാരനെ കൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അന്വേഷിച്ചിരുന്നെങ്കിൽ എൻ്റെ പേര് കേസെടുക്കാൻ പറ്റില്ല.
ഞാൻ IT ആക്ട് അനുസരിച്ച് എൻ്റെ പേരിൽ കേസെടുക്കാവുന്ന ഒരു അനാവശ്യവും അവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ കേസെടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പിണറായി, താങ്കൾക്ക് കിട്ടിയത് കള്ളപ്പരാതിയാണ്, അല്ലെങ്കിൽ താങ്കളെ പറ്റിച്ചതാണ് എന്ന് താങ്കൾക്ക് അറിയാതെ പോയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. താങ്കളെയും മമ്മൂട്ടിയെയും പറ്റിക്കാൻ എളുപ്പമാണ്. പൊട്ടന്മാരെ പോലെ നിങ്ങൾ ആര് പറയുന്നതും കേൾക്കും. തൃശ്ശൂരിലുള്ളൊരു പെണ്ണ് പരിചയക്കാരായ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളായ ആരിൽ നിന്നൊക്കെയോ ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചു, കടം വാങ്ങിച്ചു. തിരിച്ചു ചോദിച്ചപ്പോൾ ഈ ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ, ഈ പൈസ കൊടുത്തവന്മാരെല്ലാം കൂടി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഈ പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒരു പത്രസമ്മേളനം നടത്തിച്ചു. തലയിൽ മുഖമൊക്കെ മറച്ച് കെട്ടിയിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് മൊത്തം സംസാരിച്ചത്. ഈ യുവതിയെ പിണറായി ഭരിക്കുമ്പോൾ തൃശ്ശൂരിലിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തി. എന്നിട്ട് പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് കടം വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാതിരിക്കാനുണ്ടാക്കിയ കള്ളക്കേസാണെന്ന്. അപ്പോൾ അതിൽ പങ്കെടുത്ത എന്താ പറയുക, ആ കളിയൊക്കെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നടത്തിയ കളിയൊക്കെ മുഖ്യമന്ത്രി മറന്നു പോയിരിക്കാം. അത് സ്വാഭാവികം. സിനിമാ രംഗത്ത് 38-39 വർഷത്തെ പേരുള്ള ഇന്ന് വരെ എൻ്റെ ശത്രുക്കൾ പോലും എന്നെ ചീത്തയായി പറഞ്ഞിട്ടില്ല. അത് ഞാനൊരു സഖാവായതുകൊണ്ട് എന്ന് അഭിമാനത്തോടെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്നെ എന്താ പറയുക, പിണറായി സഖാവിന് അറിയില്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഒരു പഴയ സംവിധായകനെ ഞങ്ങൾ IT ആക്ട് അനുസരിച്ച് നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ് മുഖ്യമന്ത്രി, ഇപ്പോൾ എൻ്റെ ഭാര്യയെ കൊണ്ട് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി അങ്ങോട്ട് അയച്ചാൽ മതി, ജീവിക്കാൻ നിവൃത്തിയില്ല, ആത്മഹത്യാക്കുറിപ്പ് എഴുതുകയാണ്, ഞാനും എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഞാൻ എഴുതില്ല പിണറായി, കാരണം ആത്മാഭിമാനമുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കള്ളപ്പരാതിയൊന്നും എഴുതില്ല. നിങ്ങൾക്ക് വരുന്ന പരാതികൾ അവിടെ ഇരിക്കുന്ന ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കത്തുകൾ, പരാതികൾ റെഫർ ചെയ്യുന്നവരോട് പറയുക, സത്യമാണെന്ന് തോന്നുന്നത് അല്ലാതെ ഒരെണ്ണവും റെഫർ ചെയ്യരുതെന്ന് ഇനിയെങ്കിലും പറയണം. ഉള്ളതോ ഇല്ലാത്തതോ എന്നറിയാത്ത എത്ര കഥകൾ താങ്കളെപ്പറ്റി പറയുന്നു, എന്നാൽ എന്നെപ്പറ്റി അങ്ങനെ പോലും പറയുന്നില്ല എന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, എൻ്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആ പത്രസമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ളത്. താങ്കളെപ്പറ്റി എന്തെല്ലാം കഥ വരുന്നു, ഏതെല്ലാം കഥകളിൽ താങ്കൾ നായകനാവുന്നു. അതിൽ സത്യം ഉണ്ടാവും, കള്ളം ഉണ്ടാവാം, നുണയുണ്ടാവാം, യാഥാർത്ഥ്യവും ഉണ്ടാവാം. പക്ഷെ എന്നെപ്പറ്റി അങ്ങനത്തെ ഒരു കഥയും വരുന്നില്ല മുഖ്യമന്ത്രി. എന്നിട്ടാണ് നിങ്ങൾ ഇന്നലെ അഭിമാനത്തോടെ പറയുന്നു എൻ്റെ പേരിൽ കേസെടുത്തു. ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ദിനേശായിരിക്കും ഉത്തരവാദി എന്നെഴുതാൻ ഏതോ ബുദ്ധിരാക്ഷസന്മാർ അവരെ ഉപദേശിച്ചിരിക്കാം. അവർ അങ്ങനെ എഴുതി ഒരു പരാതി തന്നാൽ അന്വേഷിക്കട്ടെ സഖാവേ, ഈ പറയുന്ന അവർ ആത്മഹത്യ ചെയ്യുന്ന സ്വഭാവക്കാരിയാണോ? ഇതുപോലത്തെ 100 കേസ് വന്നാൽ അവർ ആത്മഹത്യ ചെയ്യില്ല. നിങ്ങളെ പറ്റിച്ചതാണ് എന്നെ കുരുക്കാനായിട്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന കൺസെഷൻ എനിക്ക് വേണ്ട. 38-39 വർഷം സിനിമയിൽ നിന്നിട്ട് പറ്റിപ്പ്, തട്ടിപ്പ്, ഗുണ്ടകളെ തല്ലാൻ, ഗുണ്ടകളുമായിട്ട് കാറിൽ ആരെങ്കിലുമൊക്കെ തല്ലാൻ പോവുക, കണ്ടവൻ കാണിച്ച മിടുക്കിൽ സംസ്ഥാന അവാർഡ് വാങ്ങിക്കുക, ഇതൊന്നും അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല സഖാവേ. ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവായിട്ട് സെൻസർ ബോർഡ് മെമ്പറാവുക, എന്നിട്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവായിട്ട് ചലച്ചിത്ര അക്കാദമിയിൽ മെമ്പറാവുക, ഇതുപോലുള്ള ഒരു തരികിടയ്ക്കും ഞാൻ പോയിട്ടില്ല എന്നെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് എഴുതി കൊടുക്കുന്ന പ്രഭാവർമ്മ സാറടക്കം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോട്ടെ, താങ്കളുടെ ആർജവം കമ്മ്യൂണിസ്റ്റുകാരനായ ദിനേശിനോട് എടുക്കുമ്പോൾ, പുത്തൻ കമ്മ്യൂണിസ്റ്റുകാരൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നല്ലോ ഒരാളും, ഒരു മഹാൻ, ആളിക്കുറുവിനെ നമ്പരുതെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. 1 വർഷം പീഡിപ്പിച്ച പരാതി, ഒരു പെൺകുട്ടിയെ 1 വർഷം പീഡിപ്പിച്ച പരാതി പട്ടിർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പെണ്ണ് കൊടുത്തിട്ട്, അതും അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എന്ന് പറയുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനും മരുമകളും നടത്തുന്ന സ്ഥാപനം കൊടുത്ത പരാതി പട്ടിർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഫയലിൽ ഉറങ്ങുമ്പോൾ 5 വർഷവും 3 മാസവും ആ പെണ്ണ് പിടിയനെ കൂടെ ഇരുത്തിയ ആളാണ് സഖാവ് എന്ന് ഞാൻ പറയണ്ടല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അയാൾ, ആ പെണ്ണുപിടിയൻ അടുത്തിരിക്കുമ്പോൾ, താങ്കൾ 3-4 ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ സ്ത്രീ സംരക്ഷണം പറഞ്ഞ ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ മുഖ്യമന്ത്രി. ഇപ്പോൾ അറിയുന്നു ആ പെണ്ണുപിടിയനെ KSFDCയുടെ ചെയർമാനാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഷാജീൻ കരുൺ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പോവുകയാണെങ്കിൽ ആ ഒഴിവിൽ ചലച്ചിത്ര അക്കാദമിയുടെ കാറും ചലച്ചിത്ര അക്കാദമിയുടെ ഫ്ലാറ്റും പെണ്ണുങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ഉപയോഗിച്ചെന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ, ഞാൻ വെറുതെ നുണ പറയുന്നതല്ല, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കിടക്കുമ്പോൾ അതിനെ ആ ഫയൽ പോലും അനങ്ങാൻ സമ്മതിക്കാതെ അവിടെ പിടിച്ചു വയ്പ്പിച്ചിട്ട്, ആരായിരിക്കും പിടിപ്പിച്ചു വെച്ചത്? ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ ആ ഫയൽ എടുക്കണ്ട, ആ ഫയൽ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞത്. ആഭ്യന്തര വകുപ്പിൻ്റെ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ആയിരിക്കും. എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത്, ഒരു പന്തിയിൽ 2 തരം ഭക്ഷണം വിളമ്പരുത് സഖാവേ എന്നാണ്.
മടിയിൽ കനമില്ലാത്തതിനാൽ ഞാനിങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും സഖാവേ. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും വേണ്ട കമ്മ്യൂണിസ്റ്റുകാരനാവാൻ. താങ്കളുടെ ഒരു സ്ഥാപനത്തിലും മുട്ടയിടാനും ഞാൻ വരുന്നില്ല. പക്ഷേ പത്രസമ്മേളനത്തിലിരുന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ അന്വേഷിച്ച് പറയണമായിരുന്നു. നിങ്ങൾ അന്വേഷിക്കൂ, താങ്കൾക്ക് കത്ത് തന്ന വാദിയാണോ, താങ്കൾ പ്രതിയാക്കി കേസില്ലാത്ത IT ആക്ട് അനുസരിച്ച് കേസെടുത്ത, അല്ലെങ്കിൽ പോക്സോ കേസ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കളിച്ച കളിയിൽ ഒരു പോക്സോ കേസിലെ പ്രതിയാക്കിയിരിക്കുന്ന ആളാണോ മാന്യനെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒന്ന് അന്വേഷിക്കണം. ഇന്നലെ പത്രസമ്മേളനത്തിൽ നടിയെ ആക്രമിച്ച കഥയും പ്രധാനമായൊരു പ്രബലനായൊരു സിനിമാ നടനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതുമൊക്കെ മുഖ്യമന്ത്രി കുറി ഇരുന്ന് പറയുന്ന കേട്ടു. ഇപ്പം ഈ ഹേമ കമ്മിറ്റി വിവാദങ്ങൾക്കിടയിൽ അത് വലിച്ചിടേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അദ്ദേഹം ഇന്നലെ അവിടെ ഇരുന്നുണ്ട് എത്ര വമ്പനായാലും ഞാൻ പിടിച്ചകത്തിടും എന്നൊക്കെ പറയുന്ന കേട്ടു. അത് എനിക്ക് മനസ്സിലായി, ഈ നടിയെ ആക്രമിച്ച കേസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ ചിരിച്ചുപോയി സഖാവേ. നിങ്ങളുടെ ഈ വങ്കത്തരം കേട്ടപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ രംഗത്ത് വരുത്തിയ ദോഷത്തെപ്പറ്റി താങ്കൾക്കറിയില്ല. അറിയാമെങ്കിൽ പറയുന്നില്ല. എന്തായാലും ഈ നമ്മുടെ പ്രോഗ്രാം കാണുന്നവരുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ചിലപ്പോൾ ദിലീപ് എനിക്ക് ചിലവിന് ഈ മാസം 1-ാം തീയതി പൈസ തന്നെന്ന് ചോദിച്ചാൽ എനിക്ക് പുല്ലേ മാത്രമെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ദിലീപ് എന്നല്ല ഒരുത്തൻ്റെയും ഒരു 10 പൈസയുടെ ആവശ്യമില്ലാത്തവനാണ് ദിനേശ്. എന്തായാലും ഡിസംബർ പകുതിയോടെ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരും. അത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ആ വിധി എന്തായിരിക്കുമെന്ന് മുഖ്യമന്ത്രിക്കും അറിയാം, അന്വേഷിച്ച സാറന്മാർക്കും അറിയാം, WCCയിലെ 4-5 മുഖങ്ങൾക്ക് നന്നായി അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും ഈ കേസുമായി ദിലീപിനെ കണക്ട് ചെയ്യാവുന്ന ഒരു വിവരവും വന്നിട്ടില്ല, ഒരു തെളിവും വന്നിട്ടില്ല എന്ന് പരസ്യമായി ഉറപ്പിച്ച് പറഞ്ഞ അന്നത്തെ DGP TP സെൻകുമാർ സാർ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട്. ജയിലിൽ കിടക്കുന്ന പ്രതി ജയിലിനുള്ളിൽ നിന്ന്, ജയിലിനകത്തുനിന്നാണേ. അപ്പോൾ ജയിലിനകത്തുനിന്ന് വിളിക്കണമെങ്കിൽ ഫോൺ ആര് കൊടുത്തു എന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ജയിലിൽ കിടക്കുന്ന പ്രതി ജയിലിന് ഉള്ളിൽ നിന്നും വിളിച്ച് 1.5 കോടി രൂപ ദിലീപിനോട് ചോദിക്കുന്നു. ദിലീപിനെ കിട്ടാത്തതുകൊണ്ട് നാദിർ ഷായോട് ചോദിക്കുന്നു. തന്നില്ലേൽ ദിലീപിൻ്റെ പേര് പറഞ്ഞിട്ട് 2 കോടി തരാൻ വേറെ ആളുകൾ കാത്തു നിൽപ്പുണ്ട് എന്ന് പറയുന്നു. ഈ ഫോൺ വിളി റെക്കോർഡ് ചെയ്ത് പുതിയ DGP ആയ ലോക്നാഥ് ബെഹ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ലോക്നാഥ് ബെഹ്റ സാറും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിൽ നടക്കുന്ന അന്തസ്സായിട്ട് നടിയെ പീഡിപ്പിച്ചവനെ പിടിച്ചകത്തിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത് അറിയുന്നില്ലേ? ജയിലിൽ കിടക്കുന്ന പൾസർ സുനി, അപ്പം അവന് ഫോണും കുന്തൊന്നുമില്ലല്ലോ. പക്ഷേ ജയിലിനകത്ത് നിന്ന് ഫോണിൽ നാദിർ ഷായുടെയും ദിലീപിൻ്റെയൊക്കെ നമ്പർ എവിടെ നിന്ന് കിട്ടി? പോലീസുകാർ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ജയിലർമാർ കൊടുത്തിട്ട്. ദിലീപിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, പകരം നാദിർ ഷായെ വിളിച്ചിട്ട് ദിലീപ് ഏട്ടനോട് പറയണം, എനിക്കൊരു 1.5 കോടി രൂപ ഒന്ന് സഹായിച്ചില്ലെങ്കിൽ 2 കോടി തരം വെളിയിൽ പുറത്ത് ആളുണ്ട് എന്ന് പറയുന്നത് ലോക്നാഥ് ബെഹ്റ പറഞ്ഞതിൻ്റെ പേരിലാണ് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 87 ദിവസം അകത്ത് കിടന്നു. കേസിലെ 8-ാം പ്രതിയുമായി. എൻ്റെ പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന സമയത്ത് നടന്ന കേസാണ്. എന്തായാലും 2024 ഡിസംബർ പകുതിക്ക് മുമ്പ് നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരും എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനെ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തെ ഇപ്പം തന്നെ ഏതാണ്ട് 2 മാസത്തോളം ചോദ്യം ചെയ്തു കോടതിക്കകത്ത്. ഇനി ഒരു 7-8 ദിവസം കൂടി അദ്ദേഹത്തെ ക്രോസ് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ഈ കേസിൽ നേരത്തെ വിസ്തരിച്ച 7 പേരെ വീണ്ടും വിസ്തരിക്കണം. അത് കോടതി അനുവദിക്കുമോ എന്നെനിക്കറിയില്ല. അനുവദിക്കുകയാണെങ്കിൽ 7 പേരെ വീണ്ടും വിസ്തരിക്കും. അത് കഴിഞ്ഞാൽ 320 പ്രകാരം സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ പ്രതികളോട് ചോദിക്കും ജഡ്ജ്. ഈ സാക്ഷി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഉത്തരം പറയാനുള്ളത്? ആ ഉത്തരം എഴുതിയെടുക്കും. 1-1.5 മാസം ഇതിനായി വേണ്ടി വരാം. അത് കഴിഞ്ഞാൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരും. അടുത്തിടെ സുപ്രീം കോടതി അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന തൻ്റെ ഫേസ്ബുക്കിൽ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് ഇട്ടിരുന്നു. ഹേമ കമ്മിറ്റി ചർച്ചയ്ക്കിടയിൽ 3 കട്ടർ കോടതിയിലൂടെ ഒളിപ്പിച്ചു കിടത്തുന്ന ദിലീപ് വേട്ടയുടെ യാഥാർത്ഥ്യം അറിയാതെ പോകരുത് എന്നാണ് അദ്ദേഹം ആമുഖമായിട്ട് എഴുതിയത്. 3 കട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, മരമുറി ആശാന്മാരുടെ ആണല്ലോ ചാനൽ. അപ്പോൾ ഏതെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ മരമുറി ചാനലിൽ ദിലീപിൻ്റെ കേസ്, അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസിനെക്കുറിച്ച് നടക്കുന്നു. ഞാൻ ശ്രീജിത്തിൻ്റെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. ഈ പറയുന്ന മരമുറിക്കാരുടെ ചാനലിൽ ഉള്ള ഒരു പ്രധാന അവതാരകൻ, അത് പുലികളെന്ന് തുടങ്ങി പറയാം. ആ പുലികളിൽ ഒരാളെന്ന് പറയുന്നത് ആക്രമിക്കപ്പെട്ട നടിയുടെ
കേസിന് പിന്നാലെ ചാനലിലൊക്കെ ഏതൊക്കെ ചാനലിൽ പോയോ അവിടെ എല്ലാം എടുത്തിട്ട് അദ്ദേഹം അലക്കുന്നത് ചുമ്മാതല്ല എന്ന് ശ്രീജിത്ത് പെരുമനെ അടക്കമുള്ള വക്കീലന്മാർ മനസ്സിലാക്കുക. കാരണം ഈ നടിയുടെ പ്രധാനപ്പെട്ട ഒരു ബന്ധുവാണ് ഈ അവതാരകൻ. ശരിക്കും ബന്ധു എന്ന് പറഞ്ഞാൽ അമ്മാവൻ്റെ മകനാണ്, മുറച്ചെറുക്കനാണ്. അക്കാര്യം പൂഴ്ത്തി വച്ചിട്ടാണ് പത്രധർമ്മം പറഞ്ഞ അയാൾ വാചാലനാകുന്നത്. അത് ഏത് ചാനലിൽ പോയാലും 24 പോയാൽ 24, ഏഷ്യാനെറ്റിൽ പോയാൽ ഏഷ്യാനെറ്റ്, അല്ല ഇനിയിപ്പോൾ റിപ്പോർട്ടറിലാണെങ്കിൽ റിപ്പോർട്ടറിൽ അയാൾ ഈ എപ്പിസോഡ് എടുത്തിട്ട് ഇങ്ങനെ അലക്കും. സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ചും നടിയെ ക്രൂരമായി പീഡിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ അലക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുറപ്പെണ്ണിനെക്കുറിച്ചാണ് എന്ന് രഹസ്യമാക്കി വച്ചിരിക്കുന്നു. ഞാനിതാ ഇവിടെ പരസ്യമാക്കി പറയുന്നു. ഈ കക്ഷി തന്നെയാണ് ചെഗുവേരയുടെ കോട്ടിങ്ങൊക്കെ എടുത്ത് വേണ്ടപ്പെട്ടവർക്കെല്ലാം കൊടുക്കുന്നത്. ശ്രീജിത്ത് പറയുന്നു, നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് 8ാം പ്രതിയെ തൂക്കിക്കൊല്ലാൻ വാളെടുത്ത് ഇറങ്ങിയവർ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന ഒന്നാണ് ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, വിലയ്ക്ക് മേടിക്കുന്നു, കൂറുമാറ്റുന്നു എന്നൊക്കെ. ഈ ആരോപണങ്ങളിലെ യഥാർത്ഥ വസ്തുത അറിയാം കോടതിയിൽ നടന്നത് എന്താണെന്ന് ശ്രീജിത്ത് പറയുന്നു. ദിലീപ് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയും കൂറുമാറ്റുകയും ചെയ്തതായി പരാതിയുണ്ടോ? ഉണ്ട്. പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ ഈ പരാതി അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു എന്ന് മാത്രമല്ല, സാക്ഷികളെ കൂറുമാറ്റിയതിൻ്റെ പേരിൽ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ CRPC 439/2 വകുപ്പ് പ്രകാരം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കാത്തത്? റദ്ദാക്കിയില്ല എന്ന് മാത്രമല്ല, ദിലീപ് ഒരു സാക്ഷിയെപ്പോലും സ്വാധീനിച്ചതിനോ ഭീഷണിപ്പെടുത്തിയതിനോ കൂറുമാറ്റിയതിനോ യാതൊരു തെളിവും നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ദിലീപിനെതിരായ അത്തരം ആരോപണങ്ങൾ എല്ലാം കേവലം പ്രോസിക്യൂഷൻ അനുമാനങ്ങൾ മാത്രമാണെന്ന് കോടതിയുടെ CRMB 1299/20 കേസിൽ കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അസന്നിഗ്ധമായി വിധിച്ചു. 4. സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിന് ദിലീപിനെതിരെ 2 FIR കേസില്ലേ? അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് ശരിയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് കോടതി ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കാത്തത്? പ്രധാനപ്പെട്ട ചോദ്യം. ഈ പറഞ്ഞ ചോദ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. അതായത് സാക്ഷിയായ PW 227 ബിപിൻ ലാൽ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അയാൾ നൽകിയ പരാതി പ്രകാരം ദിലീപിൻ്റെ നിർദ്ദേശാനുസരണം മൊഴി മാറ്റാൻ തനിക്ക് ഭീഷണി കോൾ വന്നു എന്നാണ് പരാതി. പരാതിയിന്മേൽ 619/2020 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന് തെളിയിക്കാനോ മൊബൈൽ നമ്പർ കൈമാറാനോ ബിപിൻ ലാലിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഭീഷണിപ്പെടുത്തി 9 മാസത്തിന് ശേഷമാണ് പരാതി നൽകിയത്. രണ്ടാമത്തെ കേസ് PG പോലീസ് സ്റ്റേഷനിലാണ്. സാക്ഷി PW 187 ദിലീപിൻ്റെ വക്കീലായ രാമൻ പിള്ളയുടെ നിർദ്ദേശപ്രകാരം നാസർ എന്നയാൾ ബന്ധപ്പെട്ടു എന്ന പേരിലാണ് PG പോലീസ് സ്റ്റേഷനിൽ 881/20 FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ കേസിലും പരാതി നൽകിയത് 11 മാസങ്ങൾക്ക് ശേഷമായിരുന്നു. കേസ് നൽകിയെന്നല്ലാതെ യാതൊരു തെളിവുകളും നൽകിയിരുന്നില്ല എന്നും കോടതി കണ്ടെത്തി. കൂടാതെ ദിലീപ് ഭീഷണിപ്പെടുത്തിയ കാര്യം 2 സാക്ഷികളും അതാത് സമയം പ്രോസിക്യൂഷനെ അറിയിച്ചെങ്കിലും അക്കാര്യം പ്രോസിക്യൂഷൻ ഒളിച്ചുവെച്ച് 1 വർഷം കഴിഞ്ഞ ശേഷം കോടതിയിൽ വന്നത് പ്രോസിക്യൂഷനിൽ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് കോടതി വിധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാക്ഷികളെ സ്വാധീനിച്ചതിന് എടുത്ത 2 പോലീസ് കേസുകളിലും പോലീസ് FIR ഇട്ടത് പ്രോസിക്യൂഷൻ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കാൻ 1299/2000 എന്ന ഹർജി കോടതിയിൽ നൽകിയ 2020 എന്ന ഹർജി കോടതിയിൽ നൽകിയ ശേഷമാണ് എന്നും കോടതി കണ്ടെത്തി. അതായത് ആദ്യം ഹർജി നൽകിയ ശേഷം, കോടതിയിൽ ഹർജി നൽകിയ ശേഷം പിന്നീട് ദിലീപിനെതിരെയായി കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് കോടതി കണ്ടെത്തിയത്. 5. അപ്പോൾ ബിന്ദു പണിക്കരും റിമി ടോമിയും ഇവിടെ ഉൾപ്പെടെയുള്ള സിനിമാക്കാർ ദിലീപ് സ്വാധീനിച്ച് കൂറുമാറ്റിയതല്ലേ? CW 61 വാസുദേവൻ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ കൊണ്ടുവന്ന സാക്ഷിയാണ് ഈ വാസുദേവൻ. CW 12 ബിന്ദു പണിക്കർ, CW 18 റിമി ടോമി, CW 32 ഭാമ തുടങ്ങിയവർ അവർ നൽകിയ പോലീസ് മൊഴിയിൽ
CRPC 161, മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴി CRPC 164 എന്നിവയിൽ നിന്നും ദിലീപിൻ്റെ സ്വാധീനത്താൽ മൊഴി മാറ്റി കോടതിയിൽ പറഞ്ഞു എന്ന ആരോപണം പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു. ഒരു വക്കീൽ കോടതിയിൽ തടഞ്ഞുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മുൻപാകെ പോകാതെയാണ് മേൽപ്പറഞ്ഞ സാക്ഷികൾ കോടതിയിൽ എത്തിയതെന്നും ബിന്ദു പണിക്കർക്ക് ദിലീപ് തൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് നൽകി സ്വാധീനിച്ചു എന്നുമുള്ള ആരോപണങ്ങൾ കാര്യകാരണ സഹിതം കോടതി തള്ളി. തനിക്ക് ദിലീപ് അവസരം തന്നിട്ടില്ല എന്നും ബിന്ദു പണിക്കർ മൊഴി നൽകിയെന്ന് കോടതി നിരീക്ഷിച്ചു. അതായത് ദിലീപ് നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും സാക്ഷികളെ കൂറുമാറ്റുകയോ ഭീഷണിപ്പെടുത്തുകയോ ഏതെങ്കിലും തെളിവുകൾ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കോടതി അസന്ദിഗ്ധമായി വിധി പുറപ്പെടുവിച്ചു. അതിൽ വ്യക്തമായി പറയുന്നു, ഈ ആരോപണത്തിലുള്ള ചർച്ചകൾ ഇനി ആവശ്യമില്ലാത്തതാണെന്നും അനാവശ്യവുമാണ് എന്ന്. പിന്നീട് ഈ ആവശ്യവുമായി മേൽക്കോടതിയിൽ പോയെങ്കിലും പ്രോസിക്യൂഷൻ കോടതികൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. സാക്ഷികൾ കൂറുമാറിയതിൽ ദിലീപിന് പങ്കില്ല എന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടു ആ നുണപ്രചരണങ്ങൾ നിർബാധം തുടരുന്നു ഇപ്പോഴും എന്നതാണ് വിരോധാഭാസം. ഇപ്പോൾ നടിക്ക് വേണ്ടി ഹാജരാകുന്ന ഒരു വനിതാ വക്കീലാണ്. അവർ ദിവസവും ഇരുന്ന് പറയുകയാണ് തെറ്റിയത് ദിലീപ് തന്നെ, അയാളെ ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും അയാൾ തന്നെ ചെയ്തതെന്ന് അവർ പരസ്യമായി പറയുന്നു. എന്നാൽ കോടതി കൃത്യമായിട്ട് ഈ കാര്യങ്ങളിലൊന്നും ദിലീപ് ഇടപെട്ടിട്ടില്ല. അതിൻ്റെ ഒരു തെളിവുകളും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല, ഒരു സാക്ഷികളും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും കേരളത്തിലെ ഈ എന്താ പറയുക കേസ് വിധിക്കുന്ന പത്രമുതലാളിമാർ, പ്രത്യേകിച്ചും ഈ പറയുന്ന മരമുറി കേസിലുള്ള പ്രധാനികളിൽ ഒരാളായ നടിയുടെ ബന്ധു സ്ഥിരമായി ഈ നുണപ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചുവെങ്കിൽ ഇപ്പോഴുള്ള വധശ്രമ ഗൂഢാലോചന കേസിൽ ദിലീപിൻ്റെ മുൻകൂർ ഹർജി പണ്ടേ കോടതി പള്ളയിൽ കളഞ്ഞ് ജയിലിൽ അടച്ചേനെ എന്ന സാമാന്യ യുക്തിയെങ്കിലും മാധ്യമ അപ്പോസ്തലന്മാർക്കും ദിലീപ് വേട്ടക്കാർക്കും ഉണ്ടാകണമെന്നേ പറയാനുള്ളൂ എന്നാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറയുന്നത്. ദിലീപ് സാക്ഷികളെ കൂറുമാറ്റി എന്ന കള്ളത്തരത്തിൽ കോടതി വിധിയെങ്കിലും സത്യമായി പറയാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. കോടതി വിധിയെ മേൽപ്പറഞ്ഞ ഭാഗങ്ങൾ ഇതോടൊപ്പം ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീജിത്ത് പെരുമന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിൽ കാണിച്ച കോടതിയുടെ ഉത്തരവുകൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഫേസ്ബുക്കിൻ്റെ താഴെ നമ്മുടെ കേരളത്തിലെ ആളുകൾ ദിലീപിൻ്റെ കേസിനെ എങ്ങനെ കാണുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒരു കൗതുകത്തിന് ഓടിച്ചു നോക്കി. അപ്പോൾ അതിൽ 2-3 പേര് എഴുതിയ കമൻറ്റുകൾ ഇതിങ്ങനെയാണ്. കോടതി പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങൾക്ക് വിശ്വാസം പൾസർ സുനിയ മാത്രം. ഒരാൾ എഴുതിയതാണ്. ദിലീപിനെ പുറത്താക്കാനും വേട്ടയാടാനും ശ്രമിച്ചവരുടെയും ശ്രമിക്കുന്നവരുടെയും ഒക്കെ കഷ്ടകാലം തുടങ്ങിയിട്ടുണ്ട്. കുറേ മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ദിലീപ് കാണിച്ച മണ്ടത്തരം മൂലം സിനിമയ്ക്കുള്ളിലെ നാറിയ കഥകൾ ലോകം അറിഞ്ഞു. ഇപ്പോഴത്തെ ഈ വിവാദം ഹേമ കമ്മിറ്റിയൊക്കെ വന്ന അങ്ങനെയാണല്ലോ, ലോകം അറിഞ്ഞു എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. അതിന് കുറ്റം ചെയ്തു എന്ന് എവിടെ തെളിഞ്ഞു സാർ? അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് കുറ്റവാളിയാകുമോ? അങ്ങനെയെങ്കിൽ ഇവിടെ കോടതിയും ജഡ്ജും ഒന്നും വേണ്ടല്ലോ, മീഡിയ ചർച്ചകൾ വച്ച് മാത്രം കേസ് എടുത്തതിൻ്റെ പ്രോബ്ലമാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ദിലീപ് ചെയ്ത മണ്ടത്തരം പണി തനിക്കിട്ട് ആണെന്ന് സൂചന കിട്ടിയിട്ടും വിജയ് ബാബുവിനെ പോലെ മുൻകൂർ ജാമ്യമെടുത്ത് നാട് വിടാതെ നെഞ്ചും വിരിച്ച് പോലീസിനെയും നിയമത്തെയും വിശ്വസിച്ചു എന്നുള്ളതാണ് ദിലീപ് ചെയ്ത മണ്ടത്തരമെന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനമില്ലാത്തതാണ് ദിലീപ് കാണിച്ച മണ്ടത്തരം. അന്ന് ആരോപണം വന്നപ്പോൾ തന്നെ പുട്ട് തല്ലി തകർത്തവരും ദിലീപിനെ ജയിലിൽ അടച്ചവരുമാണ് ഇപ്പോഴും ഭരിക്കുന്നത്. അതായത് എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദിലീപ് ഉൾപ്പെട്ട കേസ് എന്തിനാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ ഇത്രയും വിവാദം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞതെന്നായിരിക്കും നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ സംശയം. ഇപ്പോൾ നടക്കുന്ന കോലാഹലവുമായി ദിലീപിൻ്റെ കേസിന് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ദിലീപിൻ്റെ ഇത്രയും വിശദമായി പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിൽ പെട്ടെന്ന് നടി ആക്രമിക്കുന്ന സ്റ്റോറി വന്നു. അവതരിപ്പിച്ചത് പ്രശസ്ത അവതാരകൻ. ഇദ്ദേഹത്തിന് ഈ കേസുമായി ഒരു ബന്ധമുണ്ട്. പ്രധാന കഥാപാത്രമായ നടിയുമായി ഇദ്ദേഹത്തിന് ഉള്ള ബന്ധം ആരും അറിയുന്നില്ല. നടിയുടെ അമ്മാവൻ്റെ മകനാണ് ഈ അവതാരകൻ. ഈ കേസിൻ്റെ തുടക്കം മുതൽ എവിടെയൊക്കെ ജോലി ചെയ്തോ അവിടെയൊക്കെ അവതാരകൻ ആവേശത്തോടെ ഈ കേസ് ചർച്ചയ്ക്കെടുത്തത് അദ്ദേഹത്തിനുള്ള കുടുംബ ബന്ധം കാരണമാണ്. എനിക്ക് വൈകിയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്. ലൈം ലൈറ്റിൽ നടി ആക്രമണ കേസ് നിർത്തേണ്ടത് അവതാരകനും വനിതാ സംഘടനയ്ക്കും അത്യാവശ്യമാണ്. ഇത് ലൈം ലൈറ്റിൽ നല്ല കത്തിച്ച് നിർത്തണം. കാരണം
അതിനാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ദിലീപിൻ്റെ പേരൊക്കെ വലിച്ചഴിച്ചിട്ട് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുന്നത്. അമ്മയിലെ പ്രധാനികൾ മാറി നിന്നാൽ അമ്മയും WCCയും കൈകോർക്കാം എന്ന ഫോർമുലയൊക്കെ പുറത്തു വരുന്ന സമയമാണിപ്പോൾ. ഹേമ കമ്മിറ്റി ഇഷ്യൂവിൽ പിടിച്ച് സിദ്ദിഖ് രാജിവെച്ചപ്പോൾ ആ പോസ്റ്റിനായി ജഗദീഷ് കൊതിച്ചു. അത് മുളയിലേ നുള്ളാനാണ് എക്സിക്യൂട്ടീവ് മുഴുവനും രാജിവെക്കാൻ തീരുമാനിച്ചത് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. മോഹൻലാൽ ഒരു മണ്ടനൊന്നുമല്ല. വാല് പൊക്കുമ്പോൾ അറിയാമല്ലോ എന്തിനാണ് വാല് പൊക്കുന്നതെന്ന്. സിദ്ദിഖിൻ്റെ കൂടെ ഇരുന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ വായില കുന്നിലപ്പനെ പോലെ ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിടം ജഗദീഷ് പത്രസമ്മേളനം നടത്തി. ജഗദീഷ് ആരും മോനെന്നറിയോ? അപ്പോൾ അദ്ദേഹം ഭയങ്കര പുണ്യാളനായിട്ട് നടത്തുന്നു. എനിക്കിഷ്ടമുള്ള ഒരാളാണ്. ഞാൻ അവസാനമായി കണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ വീട്ടിൽ പോയപ്പോഴാണ് കണ്ടത്. എൻ്റെ ചാനലിനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. പക്ഷേ കൂട്ടത്തിലുള്ള ഒരുത്തനെ വളഞ്ഞിട്ട് എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോൾ, ഇപ്പോൾ സിദ്ദിഖ് പെണ്ണുപിടിയനാണെങ്കിൽ അയാളെ ശിക്ഷ അനുഭവിക്കട്ടെ, അതിലൊന്നും എനിക്ക് യാതൊരു പ്രയാസമില്ല. കാരണം ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് സിദ്ദിഖ്. പക്ഷേ ഒരു സഹപ്രവർത്തകൻ വെട്ടിലാവുമ്പോൾ അവനിരുന്ന സീറ്റ് എങ്ങനെ നമുക്ക് തപ്പാം? അതിനുവേണ്ടി ഞാനൊരു പുണ്യാളനാണെന്നുള്ള വർത്തമാനമൊന്നും ജഗദീഷ് സാർ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് സിനിമയിലുള്ളവർക്കെങ്കിലും ജഗദീഷ് സാറിൻ്റെ സ്വഭാവ മഹിമ അറിയാം. അത് ഇത്രയും ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ജഗദീഷ് സാർ അതുകൊണ്ട് ഓവർ സ്മാർട്ട് കളിക്കാതിരിക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവാൻ കച്ച കെട്ടി ഇറങ്ങുന്നുണ്ടായിരിക്കണമല്ലോ. അദ്ദേഹം മൈക്കിൻ്റെ മുന്നിൽ വന്നു ഭയങ്കര ഡയലോഗ് അദ്ദേഹം അടിച്ചു. ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ജഗദീഷ് ആ വഴി ചിന്തിച്ചിട്ടില്ല. ഒപ്പം ചേർത്തല ജയൻ, ഉണ്ണി ശിവപാൽ, അനൂപ് ചന്ദ്രൻ തുടങ്ങിയവരും കൂടി ജഗദീഷിൻ്റെ കൂടെ ചേർന്നു. ഇപ്പോൾ ചുറ്റിക്കറങ്ങുന്ന ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിമത വിഭാഗം, മോഹൻലാലിനൊക്കെ എതിരെ നിൽക്കുന്ന ഒരു വിഭാഗം ഉർവശിയെ പ്രസിഡൻ്റായും ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയായും മുന്നിൽ നിർത്തുമത്രേ. ഫസ്റ്റ് ടീമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാറ്റം സാധ്യമായാൽ WCCയിലെ പാർവതി അടക്കമുള്ളവർ വീണ്ടും അമ്മയിൽ അംഗത്വം എടുക്കുമത്രേ. ഇതൊരു നടക്കാത്ത സ്വപ്നമാണെങ്കിലും ഒരു സംശയം ഞാൻ ചോദിക്കുന്നു. ഇപ്പോൾ ഉർവശിയും ജഗദീഷും പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറി ആയെന്ന് വെച്ചോളൂ. അതിൽ പോയി പാർവതി അടക്കം ഈ അമ്മയിൽ നിന്ന് പുറത്തു പോയവരെല്ലാവരും കൂടെ ചേർന്ന് 3 വർഷം ഭരിച്ചെന്ന് വെച്ചോളൂ. 3 വർഷം കഴിയുമ്പോൾ ഈ കേസിൻ്റെ എല്ലാം കെട്ടടങ്ങുമ്പോൾ മോഹൻലാലും സിദ്ദിഖും എല്ലാം കൂടെ വന്ന് വീണ്ടും മത്സരിച്ച് അധികാരത്തിലേറിയാൽ അന്ന് പാർവതി പുറത്തു പോകുമോ? അറിഞ്ഞൂടാത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് വരട്ട് കഥകളാണ് കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കൽ എനിക്ക് ഇതിൽ കൂടെ പറയാമെന്ന് പോലും അറിയില്ല. ഒരിക്കൽ ജഗദീഷ് അനുഭവിച്ച ടെൻഷൻ, ദുരിതം ഇനിയും തലയെടുത്ത് വയ്ക്കുമോ? ബുദ്ധിമാനായതിനാൽ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ജഗദീഷിന് കാര്യം പിടികിട്ടും. ചിലപ്പോൾ പ്രേക്ഷകർക്ക് പിടികിട്ടില്ലായിരിക്കാം, കിട്ടിയവരും ഉണ്ടായിരിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകില്ല എങ്കിലും ജഗദീഷിനും അമ്മമാർക്കും കാര്യം മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. സിദ്ദിഖിൻ്റെ പത്രസമ്മേളനത്തിൽ മൗനി ബാബയായി ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നല്ല വെള്ളച്ചമഞ്ഞ ജഗദീഷിൻ്റെ വർത്തമാനം സ്വപ്നം കണ്ടതൊക്കെ നഷ്ടപ്പെടുത്തിയ അനുഭവമായി. മോഹൻലാലും സംഘവും രാജിവെക്കുമെന്ന് ജഗദീഷ് സ്വപ്നത്തിൽ പോലും കണ്ടതല്ല എന്നുള്ളതാണ് സത്യം. ബംഗാളി നടിയുടെ ആരോപണം വന്നയുടനെ രഞ്ജിത്ത് രാജിവെക്കണം എന്ന് പറഞ്ഞത് ഉർവശി ആയതും യാദൃച്ഛ്യമല്ല. ഉർവശി അങ്ങനെയൊന്നും ഒരു വിഭാഗത്തിലൊന്നും പെടുന്ന ആളായിരുന്നില്ല. ഇപ്പോൾ ഈ സംസ്ഥാന അവാർഡൊക്കെ കിട്ടി നിൽക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആ WCCയിലെ നേതാവുമായിട്ട് 10-40 ദിവസം ഷൂട്ടിങ്ങിൽ സഹകരിച്ചുകൊണ്ടാണോ എന്താണെന്നറിയില്ല, സിദ്ദിഖ് രാജിവെച്ചിടം തന്നെ ഉർവശി അങ്ങോട്ട് ഇറങ്ങി പ്രസ്താവന കൊടുക്കാൻ തുടങ്ങി. ഉള്ളൊഴുക്കിൻ്റെ ഒരു ഗുണമാണ് തന്നെ എന്താ പറയുക, തത്ത പറയും പോലെ ഉർവശിയെ കൊണ്ട് പറയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഒരു സുന്ദര കളയബരൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് രഞ്ജിത്ത് കാണിച്ചു കൊടുത്തത് ആർക്കാ? നിങ്ങൾ നോക്കൂ. ഇവിടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും പുരുഷ കേസരികളെല്ലാം പെണ്ണുപിടിയന്മാരാണെന്നൊക്കെ പറയുന്ന ആ സംഘടനയുടെ ഒരവസ്ഥ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഒരു താജ് ഹോട്ടൽ എന്ന് പറയുന്ന 7 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഒരു നല്ല ചെറുപ്പക്കാരൻ്റെ, കോഴിക്കോട്ടുകാരനായ പാവ ഒരു ചെറുപ്പക്കാരൻ്റെ, അവൻ പച്ചയ്ക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു എത്ര സാധുവാണ് ആ പയ്യനെന്ന്. അവൻ്റെ ന്യൂഡ് ഫോട്ടോ എടുത്ത് രഞ്ജിത്ത് അയച്ചു എന്ന് പറഞ്ഞാൽ അയച്ചില്ലെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇനി സൈബർ അന്വേഷണത്തിലൂടെ തെളിയുള്ളൂ. പക്ഷേ അയച്ചത് WCCയുടെ ഒരു നേതാവിനാണ് എന്ന് ആ പയ്യൻ തന്നെ പറയുന്നു. അവൻ പേര് പോലും മറച്ചു വയ്ക്കാതെ പറയല്ലേ. എൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത രഞ്ജിത്ത് സാർ അയച്ചു കൊടുത്തത് ഇന്ന നടിക്കാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ കണ്ട് താൻ മാർക്കിട്ടെന്നോ ഇല്ലെന്നോ ഇതേവരെ ആ വനിതാ നേതാവ് മൊഴിഞ്ഞിട്ടില്ല. മൊഴിയണ്ടേ? മൊഴിഞ്ഞില്ല എങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥകളോ ഇവരെ വിളിച്ച് ചോദിക്കണ്ടേ? മമ്മൂട്ടിയെ ഊള എന്ന് WCCയിലെ ഏതോ ഒരു നടി പറഞ്ഞപ്പോൾ കൈയടിച്ച വനിതാ നേതാവാണ് ഇപ്പോൾ ഈ ഫോട്ടോ കണ്ട് മാർക്കിട്ടത് എന്ന് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഓർക്കണം.
നിങ്ങൾ അവരോട് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കട്ടിലൊഴിഞ്ഞാൽ കയറി കിടക്കാൻ വെമ്പുന്ന അനന്തരവന്മാരെ പോലെ അക്കാഡമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചയുടൻ വനിതാ ചെയർപേഴ്സൺ വേണം എന്ന് WCC ചാടി കയറി പറഞ്ഞു. ഇനിയെങ്കിലും ചലച്ചിത്ര അക്കാഡമിയിൽ ഒരു വനിതാ ചെയർപേഴ്സൺ വേണമെന്ന് പറഞ്ഞാൽ അവരെ കൂടെ നടക്കുന്ന ഒരാളുണ്ടല്ലോ, അതിനുവേണ്ടിയാണ് പറഞ്ഞത്. കാരണം ഒരേ സമയം ഫെഫ്കയിലെ എഡിറ്റേഴ്സ് യൂണിയനിൽ അംഗത്വവും WCCയിലെ കുത്തിത്തിരിപ്പിൻ്റെ ബുദ്ധി കേന്ദ്രവുമായ ഭവതിയെ അക്കാഡമിയിൽ കുടിയിരുത്തണമെന്നാണ് WCC പറയുന്നത്. മകളുടെ പഠിത്തത്തിന് വിദേശത്ത് പണം കണ്ടെത്താൻ ചവർ പടങ്ങൾ ഫെസ്റ്റിവലിലെടുത്തും എവിടെയെല്ലാം കിട്ടുമോ അവിടെ എല്ലാം കമ്മീഷൻ അടിച്ച് നടന്ന ഈ കുത്തിത്തിരിപ്പിനെ എങ്ങനെയും അക്കാഡമിയുടെ ചെയർപേഴ്സൺ ആക്കണം എന്നാണ് WCC പറയുന്നത്. നമ്മുടെ മഹേഷ് പഞ്ചു എന്ന് പറഞ്ഞ മുൻ സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി, കഥകൾ പറഞ്ഞു തരും. എന്തെല്ലാം ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സാമ്പത്തിക ക്രമക്കേടുകൾ ഈ സിംഹിണി നടത്തിയിട്ടുണ്ട് എന്ന്. അതിനായി അക്കാഡമി ചെയർമാനാകാമെന്ന് താല്പര്യം പറഞ്ഞ ഷാജിയൻ കരുണിനെതിരെ ഒരു പെണ്ണും പിള്ളയെ കൊണ്ട് പരസ്യമായി ഇപ്പോൾ പരാതി പറയുകയാണ്. കാരണം ഷാജിയൻ കരുൺ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആകാതിരിക്കാൻ അല്ലെങ്കിൽ ആക്കാതിരിക്കാൻ ഒരു പെൺ സംവിധായികയെ ഇറക്കിയിരിക്കുകയാണ് ഷാജിയൻ കരുണിനെതിരെ. ഇവരുടെ കളി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. WCCയിൽ 3-4 പേര് സിനിമയിൽ ലൈം ലൈറ്റിലുള്ളവരുള്ളൂ, പക്ഷെ അവർ മുന്നിലേക്ക് വരില്ല. പകരം ആളുകളെ ഇറക്കും. ഇപ്പോൾ സിദ്ദിഖിനെതിരെ ഇറക്കിയതുപോലെ സിദ്ദിഖിനെയും രഞ്ജിത്തിനും ഒക്കെ എതിരെ ഇറക്കിയിരിക്കുന്നതൊക്കെ ഇവരാണല്ലോ. അതുപോലെ ഷാജിയൻ കരുണിനെ തെറി വിളിക്കാനായിട്ട് ഷാജിയൻ കരുൺ മോശമായി സംസാരിച്ചു എന്ന് പറയിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു സ്ത്രീ ഇറക്കിയിട്ടുണ്ട്, ഒരു സംവിധായികയെ. ഇതെല്ലാം WCC കളിക്കുന്നതാണ്. കാരണം അവരുടെ കുത്തിത്തിരിപ്പ് നേതാവിനെ ചെയർപേഴ്സൺ ആക്കണം അക്കാഡമിയിലെ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചക്കളത്തി പോരാട്ടം നടത്തുകയാണ് അവർ. കണ്ടില്ലേ, ഒരു വിവരദോഷി സിനിമ എൻക്ലേവിൽ ഉണ്ണികൃഷ്ണനെ പങ്കെടുപ്പിക്കരുത് എന്ന് കാച്ചിയതിൽ പിടിച്ച് ആഷിഖ് അബു രോഷം കൊള്ളുന്നു. ആഷിഖ് അബു അതുകൊണ്ടാണല്ലോ ഞാനും ഇറങ്ങുന്നു. ഉണ്ണിയല്ല ഫെഫ്ക എന്നൊക്കെ പറഞ്ഞിട്ട് ആര്? ആഷിഖ് അബു ആണോ ഫെഫ്ക? എടോ 8000-ഓളം തൊഴിലാളികളുള്ള ഒരു സംഘടന അമ്മയെ പൊളിച്ചതുപോലെ ഫെഫ്കയും പൊളിക്കാനാണ് ആഷിഖ് അബുവും മറ്റേ ആ ബിഗും റോസ് പൗഡർ വിട്ട് സിനിമയിൽ എന്തെല്ലാം കൊള്ളരുതായ്മകൾ കാണിക്കാമോ ചട്ടമ്പിയായി നടന്ന ഒരുത്തൻ എല്ലാത്തിൽ നിന്നും പൊളിഞ്ഞു പാളിസായി നിൽക്കുമ്പോൾ അയാളും ആഷിഖ് അബുവും കൂടെ ചേരാൻ പോണെന്ന്. ഫെഫ്കയിൽ നിന്ന് ഇനി കുറേ പേരെ ചോർത്തിയെടുക്കുമെന്ന്. ആരെ ചോർത്തിയെടുക്കാൻ? ഞാൻ ചെയ്ത ജോലിക്ക് എനിക്ക് വരുമാനം കിട്ടണമെങ്കിൽ, എൻ്റെ പ്രതിഫലം കൃത്യമായി കിട്ടണമെങ്കിൽ, എൻ്റെ അവകാശങ്ങൾ കൃത്യമായി കിട്ടണമെങ്കിൽ, ഐഫക്കിൻ്റെയും ഫെഫ്സിയുടെയും പിന്തുണ വേണമെങ്കിൽ, കേരളം വിട്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫെഫ്കയുടെ കാർഡുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ കുത്തുതിരിപ്പുകാരനും ആഷിഖ് അബുവും കൂടെ ചേർന്ന് ജോലി ചെയ്താൽ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണോ, ഇതൊരു തൊഴിലാളിയുടെ ട്രേഡ് യൂണിയനാണ്, പൈസ കൊടുന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനെന്നാണ് പറയുന്നത് ആഷിഖ് അബു. പക്ഷേ ജോലി ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കില്ല. 40 ലക്ഷം രൂപ കൊടുക്കാണ്ടെന്ന് പറയുന്നു. ആ 40 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞാൽ എന്നാൽ ഞാൻ രാജിവെക്കും. രാജിവെക്കാൻ പോയ കഥയാണ് ഡ്രസ്സ്. രാജിവെച്ചു എന്നാണ് പുള്ളി പറയണത്. വർഷം തോറും 1000 രൂപ എന്തോ അടയ്ക്കണം. ഞാൻ ഉണ്ടായിരുന്നപ്പോൾ 500 ആയിരുന്നു, ഇപ്പോൾ 1000 ആണെന്ന് തോന്നുന്നു വാർഷിക പരിസംഖ്യ. അത് 10-20 വർഷം അടച്ചിട്ടില്ല. ആ അടയ്ക്കാത്തതുകൊണ്ട് ഇയാൾ ഫെഫ്കിന്ന് പുറത്തായി. ആ പുറത്തായ ആൾ 5000 രൂപ എന്തോ കൊണ്ടൊന്ന് ഈ അടുത്ത സമയത്ത് അടച്ചിട്ട് എനിക്ക് അംഗത്വം പുതുക്കി തരണമെന്ന് അപേക്ഷയും കൊടുത്തിട്ടാണ് പുറത്താവണേ. അപ്പം ഫെഫ്കയിൽ ഇല്ലാത്ത ആളെ ഇങ്ങനെ രാജിവെച്ച് പോണേ. എന്നിട്ട് ഞാൻ ഫെഫ്കയിൽ നിന്ന് ഒരുപാട് പേരെ അടർത്തിയെടുത്ത് മറ്റേ എന്താ പറയുക മാറ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കൊണ്ട് കടന്ന് സിനിമാക്കാരെ മുഴുവൻ അടിമുടി എന്താ പറയുക പക്ഷം പിടിച്ച് നിർത്തി തല്ലിപ്പൊളിയാക്കിയ നേതാവിൻ്റെ കൂടെ പോകുമെന്നാണ് പറയണത്. അയാളാണെങ്കിൽ ഏത് ചെകുത്താനെ കിട്ടിയാലും മതി ഉണ്ണികൃഷ്ണനെതിരെ അല്ലെങ്കിൽ ഫെഫ്കയ്ക്കെതിരെ നീങ്ങാം. എനിക്ക് ഉണ്ണികൃഷ്ണനോടൊക്കെ പറയാനുള്ളത് എന്താ പറയുക, ഇയാൾ ചെയ്ത കഴിഞ്ഞ തവണ ഗോപാലിന് വേണ്ടി ചെയ്ത പടത്തിലേക്ക് ഫെഫ്കയിലെ മുഴുവൻ ടെക്നീഷ്യന്മാരെയും ഫെഫ്കയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെയൊക്കെ എന്തിനാണ് വർക്ക് ചെയ്യാൻ വിട്ടത്? വിടാൻ പാടില്ലായിരുന്നു. ഈ നാണം കെട്ടവനോട് പോകരുതെന്ന് പറഞ്ഞേ. അതിന് പകരം അയാൾ വിളിക്കുന്നതല്ലേ, അയാൾക്ക് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞത്. അയാളുടെ കടലാ സംഘടനയിൽ ക്യാമറാമാനുണ്ട്, സംവിധായകനുണ്ട്, ലൈറ്റുണ്ട്, ക്യാമറയുണ്ട്, എല്ലാം കുന്തുകൊണ്ടെന്നാണ് അദ്ദേഹം വീമ്പ് പറയുന്നത്. അയാളുടെ പടത്തിൽ ഫെഫ്കയിലെ മുഴുവൻ ടെക്നീഷ്യന്മാർ വിട്ടുകൊടുത്തപ്പോൾ ആ അപ്പുറത്തേക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ചാവേറുകളില്ലേ, അവന്മാരെങ്കിലും ആലോചിക്കണ്ടേ ഇയാൾ എന്തൊരു കള്ളൻ. നമ്മളെയൊക്കെ കൊണ്ടു നടന്ന് ഉണ്ണികൃഷ്ണനെയും ഫെഫ്കയും തള്ളക്കി വിളിപ്പിച്ചിട്ട് അയാൾ ഫെഫ്കയിലെ ടെക്നീഷ്യന്മാരെ വെച്ച് ചെയ്യുന്നത് അവരും ചിന്തിച്ചില്ല. എന്തിനെന്നേ? ഇപ്പോൾ എൻ്റെ സുഹൃത്തായ ബെന്നി പി നായരമ്പലം ഇയാളുടെ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി കളക്ഷൻ എന്ന ഒരു പ്രേതപ്പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബെന്നിക്കൊന്നും ഈ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പാവം ബൈപ്പാസ്സൊക്കെ കഴിഞ്ഞെങ്കിലും ബെന്നി ഇതിലൊന്നും പോകാത്തത്. ഇയാൾ ചെയ്ത ഒരു ബാലെ പോലത്തെ ഒരു പ്രേതപ്പടം ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ബെന്നിയാണ്. 30,000 രൂപ അഡ്വാൻസ് കൊടുത്തു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല്ലുവേദന വന്നു ബെന്നിക്ക്. 3,000 രൂപ ഡോക്ടറെ കാണാൻ കൊടുത്തു. 33,000 രൂപയാണ് സ്ക്രിപ്റ്റ് എഴുതിയതിന് കൊടുത്തത്. ആ പടത്തിൽ നിന്ന് എത്രയോ കോടി ഇയാളുണ്ടാക്കി. ഇയാൾ ബാക്കി പൈസ കൊടുത്തില്ല സ്ക്രിപ്റ്റിൻ്റെ. അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗം കൊടുത്തു. ഈ അടുത്ത കാലത്ത് തല്ലിപ്പൊളി ഒരു പടം എടുത്ത് പൊളിഞ്ഞുവല്ലോ. ആ പടം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ സംവിധായകനെ വിളിച്ചു പറഞ്ഞു, സംവിധായക താൻ വലിയ നേതാവൊക്കെ മുൻ നേതാവൊക്കെ തന്നെ
എൻ്റെ കഴിഞ്ഞ പടത്തിൽ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിന് താൻ പൈസ തന്നിട്ടില്ല, ഈ രണ്ടാം ഭാഗം ചെയ്യണമെങ്കിൽ എൻ്റെ 10 ലക്ഷം രൂപ തരണം. അത് മോനെ, ഈ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മോനെ എന്ന് വിളിക്കും, മോനെ ഞാൻ രണ്ടാം ഭാഗം അല്ലടാ ചെയ്യുന്നത്, ഞാൻ ഒന്നാം ഭാഗം വേറൊരു പുതിയ കഥയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇയാൾ കളിക്കാൻ നോക്കി. അപ്പോൾ ഈ രണ്ടാം ഭാഗത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആരെന്ന് അറിയാം? ബാദുഷ സാർ. ബാദുഷ സാറിനെ വിളിച്ചിട്ട് ബെന്നി പി നായരമ്പലം പറഞ്ഞു, ബാദുഷ ഇക്ക എൻ്റെ പൈസ തരാതെ ചെയ്യാൻ പാടില്ല. അത് ഞാൻ വാങ്ങിത്തരാം, ഞാൻ ഇരിക്കുകയില്ലടാ എന്ന് പറഞ്ഞു. നമ്മൾ വളരെ എന്താ പറയുക, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ ബാദുഷയെക്കുറിച്ചൊക്കെ ഒരു കാലത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ പൈസ വന്ന് കയറി, ഇഷ്ടംപോലെ സിനിമ വന്ന് കയറി, തലയിൽ കണ്ണടയൊക്കെ വെച്ചപ്പോൾ ബാദുഷമാർ വഴിതെറ്റി. ഒരു സംഘം ആൾക്കാർ എന്തിനും തെമ്മാടിത്തരത്തിന് കൂട്ടുണ്ടെന്ന് കണ്ടപ്പോൾ ബാദുഷ വിചാരിച്ച് മലയാള സിനിമ മുഴുവൻ എൻ്റെ കാൽ കീഴിലാണെന്ന്. മമ്മൂട്ടിയുടെ മുന്നിൽ പോലും തലയിൽ കണ്ണടയൊക്കെ വെച്ച് ഇയാൾ നെളിഞ്ഞ് നടക്കണം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് ഈ മമ്മൂട്ടിയൊക്കെ പോലും ഇയാളെ പേടിക്കുന്നു എന്ന്. ഇപ്പോൾ ഏതാണ്ട് ഷെഡിലായി. അപ്പം ഞാൻ പറയുന്നത്, ബെന്നി പി നായരമ്പലത്തിന് ഉറപ്പ് കൊടുക്കുന്നു ബാദുഷ, നിൻ്റെ കഴിഞ്ഞ പടത്തിൻ്റെയും ഈ പടത്തിൻ്റെയും ചേർത്ത് 10 ലക്ഷം രൂപ തരാൻ പറ്റുമോ, അത് ഞാൻ വാങ്ങിച്ചു തരാമെന്ന്. ഈ പടത്തിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ബെന്നി വിളിക്കും, എന്തായി വാങ്ങിച്ചു തരാം, ഞാനല്ലേ പറയണേ എന്ന് പറയും. പടം റിലീസ് ചെയ്ത് അയാളെ പൈസ മാച്ചിട്ട് പോയിട്ട് ഈ ബെന്നി വിളിച്ചവൻ പറഞ്ഞെന്താ പറയുക, എനിക്കും കിട്ടിയില്ല നിനക്കും കിട്ടിയില്ല, കോടികൾ മറ്റേ അടിച്ചോണ്ടി. അവനാണ് കേരളത്തിലെ ഏറ്റവും വലിയ സിനിമയിലെ തമ്പുരാൻ, സത്യസന്ധതയുടെ പര്യായം, സ്ത്രീകളെ ദൈവത്തെ പോലെ കാണുന്ന, അമ്മയെപ്പോലെ കാണുന്ന മഹാൻ. കഥകൾ ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ, ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഈ ഇതുപോലുള്ള കൂതറകളെ പറ്റി പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. ചിലപ്പോൾ ഈ പ്രോഗ്രാം കണ്ട ശേഷം ബെന്നിയെ കൊണ്ടുപോലും പറയിക്കും, ഞാനങ്ങനെ ദിനേശിനോട് പറഞ്ഞിട്ടില്ല എന്ന് ചിലപ്പോൾ പറയും ബെന്നി. പക്ഷേ ബെന്നിക്ക് കൊടുത്തത് 33,000 രൂപയാണ്. അയാളാണ് മലയാള സിനിമയിൽ ഈ യൂട്യൂബിൽ വന്ന് പ്രോഗ്രാം കാണുന്നവന്മാരെല്ലാം ഭൂരിപക്ഷം പേരും അയാളെ കാണുന്നത് മലയാള സിനിമയിൽ നട്ടല് ആണ്, ആരെയും കൂസാത്തവൻ, സൂപ്പർ സ്റ്റാറുകളെ തെറി വിളിക്കുന്നവൻ, ഉണ്ണികൃഷ്ണനെ ചീത്ത വിളിക്കുന്നവൻ എന്നൊക്കെ പറയുന്നത്. ജീവിതത്തിൽ സത്യസന്ധതയില്ലെന്ന്. ജീവിതത്തിൽ മാറ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ ഞാനടക്കമുള്ളവർ ചേർന്നാണ് ഉണ്ടാക്കിയത്. ഞങ്ങളെല്ലാവരും കൂടെ ആണല്ലോ. മാറ്റ പറയുന്ന ഒരു കാര്യവും ചേംബർ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ പകരം നമുക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഫെഡറേഷൻ ഉണ്ടാക്കി, മാറ്റ ഫെഡറേഷൻ ഉണ്ടാക്കി. അതിൽ ഇദ്ദേഹം തലപ്പത്ത് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് വിട്ടു. അന്ന് ഈ പറയുന്ന സിബി മലയിലും ഉണ്ണികൃഷ്ണനും ഒക്കെ ഇയാളെ കൂടെയാണ്. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. പക്ഷേ ഇതുപോലുള്ളൊരു ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാത്ത ഒരുത്തനെ നേതാവാക്കുന്നതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് നമ്മളെ വഴി നോക്കിപ്പോയി. അയാൾ എന്തെല്ലാം കാണിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മലയാള സിനിമയെ കുത്തുവാള എടുപ്പിച്ച മനുഷ്യൻ എത്ര ലക്ഷം രൂപ. ഇപ്പം നിങ്ങൾ ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ തിരുവനന്തപുരത്ത് ശശി പരവൂർ എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ടല്ലോ, നോട്ടമൊക്കെ എടുത്തേ, ശശിധരൻപിള്ള, അഡ്വക്കേറ്റ് ശശിധരൻപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എത്ര ആയിരം രൂപ ഈ പറഞ്ഞ കടലാസ് സംഘടനയിൽ അടച്ചു എന്ന് അന്വേഷിച്ചു. 10 പൈസ തിരിച്ചു കൊടുത്തില്ല, ലക്ഷക്കണക്കിന് രൂപയാണ് മുക്കിയത്. പക്ഷേ അയാളാണ് മലയാളത്തിലെ വിശ്വരൂപം. ആണെന്ന് പറഞ്ഞാൽ അയാളാണ്, സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ, ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ, ഈ വിഗും വെച്ച് റോസ് പൗഡർ അടിച്ച് കിടക്കുന്ന ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാത്തവനെന്നാണ് പറയുന്നത്. അയാളെ കൂടെയാണ് ആഷി കപൂർ. ചേരേണ്ടയിടത്തല്ലേ ചെന്ന് ചേരും. ആഷി കപൂർ ചെന്ന് നിന്നിട്ട് ഷെഫ് എന്നാൽ ഉണ്ണികൃഷ്ണൻ അല്ല, എടാ ആഷി കപൂർ താൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ പേരിൽ എന്താ പറയുക ഒരു കേസ് കൊടുത്തിട്ട് എന്നെ കുരുക്കാൻ നോക്കിയ ആളാണ് ഉണ്ണികൃഷ്ണൻ. പക്ഷേ ഞാൻ പറയുന്നു, ഉണ്ണികൃഷ്ണൻ ഇല്ലാതെ ഒരു ഫെഫ്ക ഉണ്ടാവില്ലെന്നേ. ഫെഫ്ക പൊളിഞ്ഞു പോവും. ടെക്നീഷ്യന്മാരൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ അന്തസ്സായിട്ട് അവർ ജോലി ചെയ്താൽ എൻ്റെ കൂലി വാങ്ങുന്നുണ്ട്, അവർക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവുണ്ട് എന്ന് തെളിയിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ പിണറായി വിജയനോട് പോയി ഒരു കാര്യം സംസാരിക്കണമെങ്കിലും വിജയൻ സഖാവേ എന്ന് പറഞ്ഞ് പോയി സംസാരിക്കാൻ കഴിവുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. ഐഫക്കിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ. ഇന്ത്യയിലെ ഏത് ഭാഷയിൽ പോയും മലയാളത്തിൻ്റെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രോഗിയായ ഒരു അംഗം, ഒരു നമ്മുടെ എന്താ പറയുക ഫെഫ്കയിൽ ഏതെങ്കിലും ഒരു വിങ്ങിൽ പാത്രം കഴുകുന്നവനാവട്ടെ, ലൈറ്റ് പിടിക്കുന്നവനാവട്ടെ, കാർ ഓടിക്കുന്നവനാവട്ടെ, പെട്ടെന്നൊരു അറ്റാക്ക് വന്നു, പെട്ടെന്നൊരു ആശുപത്രിയിലായാൽ, എറണാകുളത്ത് ഏറ്റവും മുന്തിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണികൃഷ്ണനെ തകർത്താൽ ഫെഫ്കയെ തകർക്കാമെന്ന് അവർക്കറിയാം. പക്ഷേ 8,000-ഓളം പേര് ഉണ്ണികൃഷ്ണൻ്റെ പുറകെ ഉണ്ട്. ആഷി കപൂർ, നീ എന്താ പറഞ്ഞ സിനിമയുടെ എൻക്ലേവിന് ഉണ്ണികൃഷ്ണനെ വിളിക്കരുത്, പിന്നെ ആരെ വിളിക്കണം? നിന്നെ വിളിക്കണോ? നീ ആര്? ജോലി ചെയ്തവർക്ക് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണോ നിന്നെ വിളിക്കേണ്ടത്? അല്ലെങ്കിൽ വേറെ ഒരുപാട് അഴിമതികളില്ലേ നിൻ്റെ പേരിൽ? ഗൾഫിൽ ആരെയോ കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ട് കാക്കി ഒന്നാവുമല്ലോ എവിടെയും. കാക്കമാർ പറ്റിക്കില്ല എന്ന് വിചാരിക്കും. കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ട് സിനിമ നിർമ്മിക്കാൻ എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് സ്വന്തം പേരിൽ നിർമ്മിച്ച് ഗൾഫിൽ നിന്ന് കൊടുത്ത വേർത്തുണ്ടാക്കിയ പൈസ പറ്റിച്ച ആഷി കപൂർ, നീയാണോ നേതാവ്? നീ നേതാവായാലും എങ്ങനെ ഇരിക്കുക? അല്ലെങ്കിൽ നീയും ആ വിഗ് വെച്ച് മറ്റേ റോസ് പൗഡർ ഇട്ട് നടക്കുന്നതും കൂടെയാണ് ഇനി അടുത്ത് സിനിമ സംഘടന ഉണ്ടാക്കാൻ പോകണമെങ്കിൽ ആ സംഘടനയിൽ വരുന്നവന്മാരുടെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. വേറൊരു മാറ്റ ഫെഡറേഷൻ ആയിരിക്കും അത്. ഫെഫ്കയുടെ രോമത്തിൽ തൊടാൻ നിനക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുന്നു. വേണമെങ്കിൽ എന്താ പറയുക, സമസ്ത അപരാധം പറഞ്ഞ് ഇവിടെ നിന്നോ, അതോ ഇനി അച്ചി കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ജീവിക്കാം, സിനിമ എടുക്കണ്ട എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യും.
ഞാൻ ഉണ്ണികൃഷ്ണനോടൊരു കാര്യം പറയുന്നു, ആണായ മീശ മാത്രം വെച്ചാൽ പോരാ ഉണ്ണികൃഷ്ണ. ഫെഫ്കയുടെ അംഗത്വമില്ലാത്ത ഒരുത്തൻ ഇനി സിനിമ മുട്ടയിടാൻ വന്നാൽ ഫെഫ്കയിലുള്ള ഒരൊറ്റ ടെക്നീഷ്യനെ അയക്കരുത്. 22 യൂണിയനിലും പറയണം, പട്ടിണി കിടന്നാലും ആത്മാഭിമാനം വിറ്റ് തിന്നരുത്, യവൻ വിളിച്ചാൽ പോകരുതെന്ന് പറയണം. അയക്കരുത്. ഫെഫ്കയുടെ കാർഡുള്ള ഒരാളെയും ആഷി കപൂർ എടുക്കുന്ന സിനിമയ്ക്ക് അയക്കരുത്. മീശ മാത്രം വെച്ചാൽ പോരാ ഉണ്ണികൃഷ്ണ, ആണായിട്ട് ജീവിക്കണം. ജനാധിപത്യം ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ട്രേഡ് യൂണിയൻ നേതാവാണെങ്കിൽ ആ ചങ്കൂറ്റം കാണിക്കണമെന്ന് ഞാൻ പറയും. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഈ നേരത്തെ പറഞ്ഞ വിവരദോഷിയുടെ പടത്തിന് എന്തിനാണ് ഈ ഫെഫ്കയുടെ ടെക്നീഷ്യന്മാരെ അയച്ചു കൊടുത്തത്? അയക്കരുത് എന്ന് ഞാൻ പറയും. കോടിക്കണക്കിന് രൂപ സിനിമ നിർമ്മിക്കാനായി വാങ്ങിയിട്ട് ഗൾഫിലുള്ളവരെ പറ്റിച്ചവനല്ലേ ആഷി കപൂർ? അല്ല എന്ന് പറയട്ടെ, കേസില്ല എന്ന് ആഷി കപൂർ പറയട്ടെ. പക്ഷേ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടോ? ഈ അടുത്ത കാലത്ത് തന്നെ ഏതോ ഒരാൾ പറഞ്ഞു കേട്ടു, എത്രയോ കോടി രൂപ ഉണ്ണികൃഷ്ണൻ സിനിമ നിർമ്മിക്കാൻ വാങ്ങിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ പലിശ അടക്കം കൃത്യമായി തന്ന ഒരൊറ്റ സിനിമാക്കാരനേ ഉള്ളൂ, അത് ബി ഉണ്ണികൃഷ്ണൻ എന്നാണ് ആ പൈസ കൊടുത്ത ആൾ പറയുന്നത്. ഇപ്പോഴറിയുന്നത് സിനിമ നിർമ്മിക്കാൻ ജോലി ചെയ്തവർക്ക് 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് ആഷി കപൂർ. ഫെഫ്കയിലുള്ള ടെക്നീഷ്യന്മാർക്ക് 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ആ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഉണ്ണികൃഷ്ണനും ഫെഫ്കയ്ക്കുമെതിരെ ആഷി കപൂർ ഇറങ്ങിയിരിക്കുന്നത്. ഉത്തരം മുട്ടിയപ്പോൾ ഫെഫ്ക അംഗത്വം അദ്ദേഹം രാജിവെച്ചു. അയാൾ പുറത്തായി നിൽക്കുന്ന ആൾ രാജിവെച്ചു. നിങ്ങൾ ആലോചിക്കേ, സിനിമാ രംഗത്ത് നടക്കുന്ന ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും ഒരു സമിതി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹേമ കമ്മിറ്റി പോലെ തന്നെ ഇനി വേറൊരു കമ്മിറ്റി വെക്കണം, വലിപ്പീര് കമ്മിറ്റി എന്ന് വെക്കണം. സിനിമയിൽ വലിപ്പിക്കുന്നവന്മാരെ പറ്റി അന്വേഷിക്കാനൊരു കമ്മിറ്റി. അയ്യോ, എറണാകുളത്ത് നടക്കുന്ന കഥകൾ കേട്ടാലുണ്ടല്ലോ, പാവങ്ങളെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് സിനിമയിൽ മുക്കിയിട്ട് 1-2 പെമ്പിളരെ കൂട്ടി കൊടുത്തിട്ട് കോടിക്കണക്കിന് രൂപ വലിപ്പിക്കുകയല്ലേ. അതുകൊണ്ട് സിനിമയിലെ വലിപ്പീര് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശ് സിനിമയിൽ ഇറക്കാൻ പ്രേരിപ്പിച്ച് തങ്ങളുടെ ഇല്ലാത്ത ഗുഡ്വിൽ കാട്ടി പറ്റിക്കുന്ന സംഘങ്ങളെ പൊക്കണം. ഇവിടുത്തെ പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരം അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി അതിന് തയ്യാറാകണം. അതിലൊക്കെയാണ് മുഖ്യമന്ത്രി ആർജവം കാണിക്കേണ്ടതെന്ന് ഞാൻ പറയും. വ്യാജ ഇടതുപക്ഷ പരിവേഷമാണ് ഉണ്ണിക്കെന്നും ഫെഫ്ക എന്നാൽ ബി ഉണ്ണികൃഷ്ണനല്ല എന്നുമൊക്കെയാണ് ആഷി കപൂർ പറയുന്നത്. ഞാൻ പറയുന്നു, ആഷി കപൂർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയുന്നതിൽ എനിക്ക് ആത്മാഭിമാന കുറവുണ്ട്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നെപ്പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആഷി കപൂർ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നതിൽ സത്യമായിട്ട് എനിക്ക്, കാരണം പറ്റിച്ചും തട്ടിപ്പും ഒക്കെ നടത്തി കള്ളക്കേസുകളും കൊടുത്ത് എന്തെല്ലാം പരിപാടികൾ നടത്താൻ പാടില്ല അതെല്ലാം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് ഞാൻ അയാളെ പറ്റി പറയുന്നത്. ഒറിജിനൽ ഇടതുപക്ഷ പരിവേഷം കിട്ടണമെങ്കിൽ കഞ്ചാവും LSDയും നാക്കിൻ്റെ അടിയിൽ ഒട്ടിച്ച് നടക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളവനെ ഞാനൊരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനായി കാണുന്ന ആളുമല്ല. പാവപ്പെട്ട തൊഴിലാളികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിടുന്ന ആരെയും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി കാണില്ല. സിനിമ എൻക്ലേവിൽ ഉണ്ണികൃഷ്ണനെ പങ്കെടുപ്പിക്കരുതെന്ന്. ഫെഫ്കയുടെ 8000 തൊഴിലാളികളുടെ നേതാവായ ഉണ്ണികൃഷ്ണനെ പങ്കെടുപ്പിക്കാതെ എന്ത് എൻക്ലേവ്? ഞാൻ കേൾക്കട്ടെ, ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണനോട് ഞാൻ പറയുന്നു, അങ്ങനെ എന്തെങ്കിലും ഈ ആഷി കപൂർമാർ പറയുന്ന കേട്ടിട്ട് വിഡ്ഢിത്തനം കേട്ടിട്ട് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിസഭ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, ആ ഉണ്ണികൃഷ്ണനെയും മാറ്റി നിർത്താം, സിദ്ദിഖിനെ പോലെ തന്നെ മാറ്റി നിർത്താമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അമ്മയോ ഫെഫ്കയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ തിയേറ്റർ അസോസിയേഷനോ ഒന്നും പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വരട്ട് ന്യായം പറയുന്നവരാണോ കമ്മ്യൂണിസ്റ്റുകാർ? അതോ അവരാണോ സ്ത്രീപക്ഷവാദികൾ? മട്ടാഞ്ചേരി മാഫിയ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് മട്ടാഞ്ചേരിയിലുണ്ട്. ദിനേശ് ചേട്ടാ, നിങ്ങളെ ആരെങ്കിലും മട്ടാഞ്ചേരിയിൽ നിന്നൊക്കെ പറഞ്ഞ് വരട്ടുന്നെങ്കിൽ ആ നമ്പർ ഇങ്ങോട്ട് താ, അവൻ്റെ കയ്യും കാലും അടിച്ചോടിക്കാമെന്ന് പറഞ്ഞ് എത്ര പേര് എന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ പറയുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാറ്. എനിക്ക് ശക്തമായി പിന്തുണ നൽകുന്ന ഒരുപാട് പേര് മട്ടാഞ്ചേരിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മട്ടാഞ്ചേരി മാഫിയ എന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിടിച്ചിട്ട് സ്ത്രീപക്ഷവാദം പറഞ്ഞ് സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ചില കൂതറകളെ ഇറക്കി വിട്ട് എന്താ പറയുക, അമ്മ എന്ന സംഘടനയെ ഏതാണ്ട് തകർത്തു. അടുത്ത് ഫെഫ്ക എന്ന ട്രേഡ് യൂണിയനെയും തകർക്കാൻ ഇറങ്ങുന്നവർ കടുത്ത ചോപ്പന്മാരാണെന്നാണ് ഞാൻ അറിയുന്നത്. നെക്സലൈറ്റുമായി ബന്ധമുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഇവിടുത്തെ ഇൻ്റലിജൻസ് അന്വേഷിക്കണം, രഹസ്യാന്വേഷണ വകുപ്പ് അന്വേഷിക്കണമെന്ന് ഞാൻ പറയും. ഇവിടെ ഇപ്പോൾ ഈ സിനിമാ രംഗത്തുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ എല്ലാം പിന്നിൽ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് പറയുന്നു. അത് ഈ WCCയിലുള്ള ചില മഹതികളെ, കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമൊക്കെയുള്ള ചിലരുടെ പഴയ കാലങ്ങൾ അന്വേഷിച്ചാൽ അവർക്ക് ഈ തീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. അവരാണ് ഈ കളി കളിക്കുന്നതെന്ന് പറയുന്നു. അരാജകത്വം സൃഷ്ടിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ തീവ്ര ചുവപ്പന്മാർ പദ്ധതികൾ പ്ലാൻ ഇടുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളാനും തകർക്കാനും രഹസ്യാന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഷി കപൂറെ, കയറി ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ട് കയറി ഞങ്ങൾ മാന്തും എന്നാണ് ഡ്രൈവേഴ്സ് യൂണിയൻ്റെ നേതാവായ അനീഷ് പരസ്യമായി പറഞ്ഞത്. ഞാൻ അനീഷിൻ്റെ ഒരു നല്ല നമസ്കാരം പറയുന്നു. നല്ല ഡയലോഗ് അയാൾ പറഞ്ഞത്. ആഷി കപൂറെ എന്നാണ് വിളിച്ചേക്കണത്. സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഭാഗണ്ടാണ്. ആഷി കപൂറെ, കയറി ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ട് കയറി ഞങ്ങൾ മാന്തും എന്നാണ് പറഞ്ഞത്. ഡ്രൈവേഴ്സ് യൂണിയൻ്റെ കളിച്ചാലുണ്ടല്ലോ, എറണാകുളത്തോട്ട് ഏപ്പൂരും അതുപോലെ
കോൺക്ലേവിൽ നിന്നും ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണം അത്രേ. 8,000 പേരുള്ളവരെ മാറ്റി നിർത്താൻ കാണിക്കാനാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ ആരാ? ഐഫക്കിൻ്റെ തലവൻ, നിർമ്മാതാവ്, മലയാളത്തിലെ എണ്ണം പറയാവുന്ന നിർമ്മാതാവ്, പ്രധാനപ്പെട്ട കുറേ തിയേറ്ററുകളുടെ ഉടമസ്ഥൻ, സംവിധായകൻ. എന്തിനാണ് ഉണ്ണിയെ മാറ്റി നിർത്തുന്നത് എന്ന് ഈ പ്രസ്താവന കൊടുത്ത ആഷിഖ് കപൂർ പറയണം എന്നാണ് എനിക്ക് പറയാൻ. അല്ലെങ്കിൽ മറ്റേ തരികിട പറയണം. ഒന്നീ ആഷിഖ് കപൂർ പറയണം, അല്ലെങ്കിൽ കൂടെ ഇപ്പം നിൽക്കുന്ന മറ്റേ മാറ്റ ഫെഡറേഷൻ്റെ തരികിട പറയണം. അമ്മ, ഫെഫ്ക, നിർമ്മാതാക്കളുടെ സംഘടന, ചേംബർ ഇവയെ മാറ്റി നിർത്തി എന്തോന്ന് കോൺക്ലേവ് നടത്തുമെന്ന് എനിക്കറിയില്ല. തലയിൽ കണ്ണട വെച്ച 4-3-7 പെണ്ണുങ്ങളെ കൊണ്ടിരുത്തിയിട്ട് ഒരു സർക്കാരിന് കോൺക്ലേവ് നടത്താൻ കഴിയില്ല എന്നും എനിക്കറിയാം. അല്ലെങ്കിൽ ആഷിഖ് കപൂർ പറയും, തന്നെ പോലെ കാശു പറ്റിച്ചെന്ന് ഉണ്ണിയുടെ പേരിൽ പരാതിയുണ്ടോ? സദാസമയവും LSD സ്റ്റിക്കർ നാക്കിനടിയിൽ ഒട്ടിച്ചടക്കുന്ന ആളാണോ ഉണ്ണികൃഷ്ണൻ? അങ്ങനെ പരാതിയുണ്ടോ? സിനിമ ചെയ്തിട്ട് യൂണിയൻ നേതാവ് ശമ്പളം തന്നില്ല എന്ന് ഉണ്ണികൃഷ്ണൻ്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ വർക്ക് ചെയ്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിനെ കയറി പിടിച്ചു എന്ന പരാതിയുണ്ടോ? പെണ്ണ് ഉണ്ണിയെ കയറി പിടിച്ചു എന്നുള്ള പരാതിയേ എനിക്കുള്ളൂ. അല്ലാതെ ഉണ്ണി ആരെങ്കിലും കയറി പിടിച്ചു എന്ന് ഞാൻ പറയില്ല. ഇതിൽ രസകരമായ മറ്റൊരു കാര്യം, ഫെഫ്കയിൽ നിന്നും ഒരു ബെന്നി ആശംസ മാത്രമാണ് ഒരു പത്രസമ്മേളനം നടത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞത്. ബെന്നിയാണെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ ഭക്തനുമല്ല. പിന്നെ ഒരു ജാഫർ കാഞ്ഞിരപ്പള്ളി, ഈ ഫുഡ് ഉണ്ടാക്കുന്ന പാചക യൂണിയൻ്റെ നേതാവായ ജാഫർ കാഞ്ഞിരപ്പള്ളിയും കുറച്ചെന്തൊക്കെയോ പറഞ്ഞു. 21 യൂണിയനുകളിൽ നിന്നും ഡ്രൈവേഴ്സ് യൂണിയനും ലൈറ്റ്സ് യൂണിയനും ഈ പറഞ്ഞ ഫുഡ് ഉണ്ടാക്കുന്നവരുടെ ആ സെക്ഷനും മാത്രമേ 2 വാക്ക് പറഞ്ഞുള്ളൂ. ഫെഫ്കയെ തൊട്ട് കളിച്ചാൽ, അതിൻ്റെ നേതാവിനെ പരിഹാസ്യനാക്കാൻ ഇറങ്ങിയാൽ വിവരമറിയുമെന്ന് ഫെഫ്ക മാത്രമല്ല എല്ലാ സിനിമ സംഘടനകളും പറയണം. കാരണം ഉണ്ണികൃഷ്ണൻ എല്ലാ സംഘടനകളുടെയും ഒരു പാലമാണ്. അക്കാഡമി ചെയർമാൻ സ്ഥാനത്തേക്ക് ബീന പോൾ അല്ലെങ്കിൽ നടി രേവതി എന്ന ഒരു തള്ള് ഇതിനിടയ്ക്ക് തള്ളി. തള്ളാനുള്ളവരൊക്കെ കൃത്യമായിട്ട് തള്ളുന്നുണ്ട്. ഷാജി കരൺ പോവുകയാണേ, അമ്മാവൻ ചത്ത് കട്ടിലൊഴിഞ്ഞാൽ അപ്പം ചാടിക്കയറിയിരിക്കാൻ അനന്തരന്മാരെ പോലെയാണ് സിനിമാക്കാർ. ഷാജി കരൺ അല്ല, രഞ്ജിത്ത് പോയി ഷാജി കരൺ വരാതിരിക്കാൻ വേണ്ടി ഒരൊറ്റ തള്ളങ്ങ് തള്ളി കൊടുത്തു അക്കാഡമി ചെയർപേഴ്സണായിട്ട്. ഒന്നിൽ ബീന പോൾ അല്ലെങ്കിൽ രേവതി, നടി രേവതി. ഒരു വനിതയാവട്ടെ അക്കാഡമി ചെയർപേഴ്സൺ എന്നാണ് പറയുന്നത്. ബീനയെ ചോപ്പന്മാർ തന്നെ വെട്ടി WCCയുടെ കാര്യത്തിൽ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടിച്ചോറ് വാരിച്ചു എന്നാണ് അവരെ പറ്റിയുള്ളൊരു പരാതി. അതുപോലെ തന്നെ അവാർഡ് ദാനത്തിന് മോഹൻലാലിനെ വിശിഷ്ട അതിഥിയായി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴും അതിനെതിരെ കളിച്ചതും ബീന പോളാണെന്നാണ് പലരും പറയുന്നത്. രേവതിയുടെ കൂട്ടുകാരൻ പഴയ SFI ആണെങ്കിലും രേവതിക്ക് ഇപ്പോൾ കാവി നിറമാണ് എന്നാണ് അവർക്കുള്ളൊരു മൈനസായി പറയുന്നത്. ഒപ്പം പുതിയ ഫോട്ടോ വിവാദവും ഷാജി കരൺ അക്കാഡമിയിൽ പോയാൽ പകരം പട്ട് കക്ഷിയായ സർക്കാർ ആലോചിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും രസം. ഇപ്പോൾ രേവതിയും വേണ്ട, ബീനാപ്പോളും വേണ്ട, ഷാജി കരൺ KSFDC വിട്ട് ഇപ്പുറത്തേക്ക് പോയാൽ KSFDCയിലേക്ക് കൊണ്ടുവരുന്നത് ആരാ? അഭിനവ കമ്മ്യൂണിസ്റ്റുകാരനായ കമലിനെയാണ്. WCC പിന്തുണയ്ക്കും ഈ ഐറ്റത്തിനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രഞ്ജിത്തിനെ കുറിച്ചൊരു ഗോസിപ്പ് വന്നാൽ നേരിടാൻ ഞാനുണ്ടാകും എന്നറിഞ്ഞപ്പോൾ നടി രേവതി പറയുന്നത്, സോ ഐ തിങ്ക് രഞ്ജിത്ത് ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹീ ഈസ് മൈ പാർട്ട് ഓഫ് ലൈഫ്, പാർട്ട് ഓഫ് മൈ ലൈഫ് എന്നാണ് പറയുന്നത്. എങ്ങനെ പാർട്ട് ഓഫ് മൈ ലൈഫ് ആവും? അയാൾക്ക് ഭാര്യയും 2 മക്കളും ഉള്ളതല്ലേ. പക്ഷേ WCCക്കാർക്ക് ഇങ്ങനെ കണ്ടവൻ്റെ ഭർത്താക്കന്മാരെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. അവരങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അതേക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എന്നാണ് രേവതി പറയുന്നത്. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളുകളാണ് മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരെന്നാണ് രേവതി പറയുന്നത്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഒരു മൊയ്തുവും കാഞ്ചനമാലിയും ജനിച്ച് ജീവിച്ച നാടാണ് രേവതി കേരളം. നിങ്ങൾക്കറിയില്ല യഥാർത്ഥ കലർപ്പില്ലാത്ത സ്നേഹം സ്നേഹിക്കുന്നവർ, ശരീര ബന്ധമായ അല്ലാതെ സ്നേഹിക്കുന്നവർ കേരളത്തിലുണ്ടെന്നറിയാൻ ഒരു കാഞ്ചനമാലയും ഒരു മൊയ്തുവും മതിയെന്നേ. നിങ്ങൾക്കത് അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ പറയുന്നത് സ്നേഹം പ്രകടിപ്പിക്കണം, ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഉമ്മ, അതിൻ്റെ കൂടെ ഒരു കളി. എന്ത് കളി എന്ന് എനിക്കറിഞ്ഞൂടാ. അവർ പറയുന്നു അത് വളരെ പരസ്യമായിട്ട്. മനോരമയിൽ ജോണി ലൂക്കോസിൻ്റെയാണ് പറയുന്നത്. സ്നേഹം പ്രകടിപ്പിക്കണം, ഒരു കെട്ടിപ്പിടി, ഒരു ഉമ്മ, അതിൻ്റെ കൂടെ ഒരു കളി. അതിൻ്റെ കൂടെയൊക്കെ കളിക്കാൻ അയാൾക്ക് ഭാര്യയും മക്കളും ഉള്ളതാണെന്നേ. നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവും ഇല്ലാത്ത അല്ലെ ഭാര്യയും മക്കളൊന്നും ഇല്ലാത്തവരെ കിട്ടൂലേ? ഈ പെണ്ണുങ്ങൾക്കെല്ലാം ഉള്ളൊരു കുഴപ്പം ഇതാ. മര്യാദയ്ക്ക് നല്ല കുടുംബിനിയായി ജീവിക്കുന്ന ഭാര്യയും മക്കളുമുള്ള സിനിമാക്കാരെ ചാടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചില സ്ത്രീകളുടെ കുഴപ്പം. ഇതൊക്കെ വേണം ജീവിതത്തിൽ എന്നാണ് രേവതി പറയുന്നത്. ഒരു പെണ്ണിന് ഒരു ആണിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് പറയാനാകില്ല എന്നാണ് രേവതി പറയുന്നത്. യുനോ, അതാണ് ദറ്റ് ഈസ് ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നാണ് രേവതി പറയുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് മെയിൽ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുന്നുണ്ട്. യെസ്, ഒരുപാട് പേർ ഉപയോഗിക്കുന്ന വാക്ക്
നാണക്കേട് എന്നാണ്. അതായത് ഇത് പറയാൻ എനിക്ക് നാണക്കേട്, അല്ലെങ്കിൽ ഈ അനാവശ്യം പറയാമോ, എനിക്ക് നാണക്കേട് തോന്നുന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരു നാണക്കേടിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാത്തിനും ഒരു നാണക്കേട്. അതെനിക്ക് മനസ്സിലായില്ല. എന്തിന് WCC ഉണ്ടാക്കി? എന്തായിരുന്നു ലക്ഷ്യം? എന്തൊക്കെയായിരുന്നു പരാതികൾ? എവിടെ എത്തി WCC നേതാവ് എന്ന് രേവതി പറഞ്ഞതിനോടും രഞ്ജിത്ത് പറഞ്ഞതിനനുസരിച്ച് തുണി അഴിക്കാൻ പോയ പയ്യൻ പറഞ്ഞതിനോടും തലയിൽ കണ്ണട വച്ച നേതാക്കൾ കേട്ട ഭാവം കാണിക്കുന്നില്ല. പക്ഷേ അവർ പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുടുംബം കലക്കിയ നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തലയിലിരിക്കുന്ന കണ്ണട ഊരി പോക്കറ്റിൽ വയ്ക്കാം യുനോ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ യുനോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ ഒന്ന് ഊള എന്ന് എന്നെപ്പറ്റി എഴുതിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ തലയിൽ കണ്ണട വെച്ചവർ പറയുന്നത് കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നിടത്തോളം കാലം ഇതുപോലുള്ള പല അത്ഭുതങ്ങളും പല ഫോട്ടോ എടുപ്പും പല അളവെടുപ്പും ഒക്കെ നടക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ അല്പം എന്താ പറയുക എൻ്റെ ആവേശം കൊണ്ട് കൂടിപ്പോയി എങ്കിൽ, ഞാൻ സത്യസന്ധമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണെന്നേ. ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇത് കേസാവുമോ, ഇത് സൈബർ കുറ്റമാവുമോ, മറ്റാൾ എന്നോട് പിണങ്ങുമോ, ചിന്തിക്കാറില്ല. ഞാൻ സംസാരിക്കുമ്പോൾ സത്യസന്ധമായി സംസാരിക്കും. കാരണം ജീവിതം സത്യസന്ധമായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അങ്ങനെയുള്ള അല്ല പെണ്ണുപിടിയനെന്നോ കള്ളനെന്നോ കാവക്കാരനെന്നോ എന്തുവാണോ പറഞ്ഞു. പക്ഷേ കൃത്യമായിട്ട് ഞാൻ കിടക്കാൻ പോയാൽ, ഒരു ദിവസം കൂടി നീട്ടിത്തന്ന ദൈവത്തിന്, ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കിടക്കാൻ പോയാൽ 3-4 മിനിറ്റിനുള്ളിൽ ഗാഢനിദ്രയിലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ എണീക്കുന്ന രാവിലെ 8 മണിക്കോ 7 മണിക്കോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് സത്യസന്ധമാണ്. കേൾക്കാവുന്നവർ കേൾക്കൂ. അല്ല യമ ഒരു കുഴപ്പക്കാരനാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പുല്ലേ മാത്രം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.